ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന മൂവി 2022 ഒരു തായ്വാൻ ക്രൈം ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ഇത് അബാൻഡൻഡ് എന്ന് പറഞ്ഞിട്ടൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സാധാരണ നമ്മൾ ഈ ഒരു ക്രൈം ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ മൂവീസ് എല്ലാം കാണുമ്പോഴത്തേക്കും ആ മൂവിയുടെ അവസാനമായിരിക്കും നമുക്ക് കൊലയാളി ആരാണെന്ന് മനസ്സിലാവുന്നത്. പക്ഷേ അതിന് മുന്നേ തന്നെ മൂവി ശ്രദ്ധിച്ച് കാണുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം ഇയാളായിരിക്കാം അല്ലെങ്കിൽ ഇയാളായിരിക്കാം എന്നുള്ള രീതിയിൽ നമ്മളും ചിലപ്പോൾ കണ്ടുപിടിക്കാറുണ്ട്. ഇപ്പം ആ ഒരു കാര്യം ഇവിടെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മൂവിയിലും അതേപോലെ തന്നെ നമ്മൾ ആദ്യം മുതൽ അവസാനം വരെയും ത്രില്ലിംഗ് ആയിട്ട് കൊണ്ടുപോയിട്ട് അവസാനം വരെയും ഒരു നിമിഷം പോലും നമുക്ക് ആരാണ് കൊലയാളി എന്ന് വെറുതെ ഒന്ന് ചിന്തിക്കാൻ പോലും കഴിയത്തില്ല. ആ ഒരു രീതിയിലാണ് ഈ ഒരു മൂവി എടുത്ത് വെച്ചിരിക്കുന്നത്. എന്തായാലും ഞാൻ പറഞ്ഞതല്ലേ, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ആരാണ് കൊലയാളിയെന്ന് കണ്ടുപിടിക്കാൻ കഴിയോ ഇല്ലയെന്ന്. എന്നിട്ട് നേരത്തെ തന്നെ സത്യസന്ധമായിട്ട് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാനും ശ്രമിക്കുക. കൂടാതെ നമ്മുടെ ചാനലും കൂടി മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഇനി ഞാൻ കൂടുതലായിട്ടും പറഞ്ഞ സമയം കളയുന്നില്ല, നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഈ മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനിലെ ഒരു പഴയ വലിയ ബിൽഡിംഗ് ഇങ്ങനെ കാണിക്കുകയാണ്. അതിനകത്ത് ഒരു സ്ത്രീയെ വായെല്ലാം മൂടിക്കെട്ടി ഇങ്ങനെ ഒരു വീൽ ചെയറിൽ കെട്ടിയിട്ടിരിക്കുന്നു. അതേപോലെ തന്നെ കുറച്ച് കഴിയുമ്പോൾ അവർ വീൽ ചെയറിൽ നിന്ന് താഴേക്ക് വീഴുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. പക്ഷെ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് കാണിക്കുന്നതിന് മുന്നേ ഇപ്പോൾ ന്യൂ ഇയറിനെ 5 ദിവസം മുന്നേ കാണിക്കുകയാണ്. കാണിക്കുമ്പോൾ ന്യൂ ഇയറിന്റെ ആഘോഷം എല്ലാവരുടെ നടക്കുന്നു. അതേസമയം തന്നെ ഒരു വലിയ പാടം പോലൊരു സ്ഥലത്ത് ഒരു കാർ കിടക്കുന്നുണ്ട്. ആ കാറിനകത്ത് കാണിക്കുമ്പോൾ ഒരു പെണ്ണ് അവളുടെ കയ്യിൽ ഒരു തോക്കും എടുത്ത് വെച്ചിട്ട് സ്വയം ഷൂട്ട് ചെയ്ത് മരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു തോക്കെടുത്ത് അവളുടെ കഴുത്തിലേക്ക് ഇങ്ങനെ വെക്കുന്നതും ട്രിഗർ അമർത്താനായിട്ട് വരുന്ന സമയത്ത് പെട്ടെന്ന് അവളുടെ കാറിനടുത്തേക്ക് ഒരു പെണ്ണ് അങ്ങനെ പേടിച്ചു വന്ന് നിലവിളിച്ച് കാറിനകത്തേക്ക് നോക്കുമ്പോൾ ഇവൾ തോക്കും കൊണ്ടിരിക്കുന്നു. ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഓടി വന്ന ആ ഒരു പെണ്ണാണെങ്കിൽ പേടിച്ച് കാറിന് മുന്നിലേക്ക് ഇങ്ങനെ ഓടി പോകുന്നു. അപ്പൊ ഈ ഒരു ലേഡി ആണെങ്കിലും ഷടാ സമാധാനമായിട്ട് മരിക്കാൻ സമ്മതിക്കത്തില്ലേ, ഇനിയിപ്പോ ഈ പെണ്ണ് എങ്ങോട്ടാ പോയെ എന്നുള്ള രീതിയിൽ കാറിലൂടെ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് ആ ഒരു പെണ്ണിന്റെ പുറകെ ഒരുപാട് ആണുങ്ങൾ അവളുടെ പുറകെ ഇങ്ങനെ ഓടി പോകുന്നുണ്ട്. അങ്ങനെ ഇത് കാണുന്നതും ആ പെണ്ണിന്റെ രക്ഷിക്കാന്ന് പറഞ്ഞിട്ട് ഈ തോക്കും എടുത്ത് അവളുടെ പുറകെ കുറെ ഫോളോ ചെയ്ത് ഇങ്ങനെ ചെല്ലുമ്പോൾ ഈ കോൺക്രീറ്റ് കട്ടകൾ അടുക്കി വെച്ചിരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് ചെല്ലും. അങ്ങനെ അതിന്റെ മുകളിലൂടെ പതിയെ ആ ഒരു ടോർച്ച് അടിച്ചിട്ട് നടന്നിങ്ങനെ പോകുന്ന സമയത്താണ് ഒരിടത്ത് വെച്ചിട്ട് ഒരു പെണ്ണ് അവിടെ മരിച്ചു കിടക്കുന്നത് കാണുന്നത്. അതുമല്ല ആ ഒരു പെണ്ണിന്റെ 2 കണ്ണുകളും ചൂഴ്ന്നെടുത്തിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കാണ് ഇവിടേക്ക് ഇപ്പോൾ പോലീസുകാരെല്ലാം വന്നു. അതേസമയം ഈ തോക്കും കൊണ്ട് വന്നിട്ടുള്ള ഈ ഒരാളാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിൻ ആയിട്ടുള്ള വൂജി. അവളൊരു പോലീസ് ഓഫീസറാണ്. പക്ഷെ ഒരു പോലീസ് ഓഫീസർ ആയിട്ടുള്ള നമ്മുടെ ഹീറോയിൻ എന്തിനാ സ്വയം മരിക്കാനായിട്ട് ശ്രമിച്ചത്, അതിന് മറ്റൊരു കഥയുണ്ട്, മുന്നോട്ട് പോകുമ്പോൾ എന്തായാലും പറഞ്ഞുതരാം. അതേസമയം തന്നെ ഹീറോയിന്റെ അടുത്തേക്ക് ചീഫും അതേപോലെ തന്നെ ഒരു അസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പെണ്ണും അങ്ങനെ വന്നിട്ട് നമ്മുടെ ചീഫ് ഹീറോയിനോട് ചോദിക്കും, അല്ല നീ എന്തിനാ ഇവിടെ വന്നത് ഈ ഒരു രാത്രി? വേറെ ഒന്നും കൊണ്ടല്ല, പുതുവർഷം വരാൻ പോകല്ലേ, ഞാൻ ഈ പടക്കങ്ങളൊക്കെ പൊട്ടിക്കുന്നത് കാണാൻ വന്നതാണ് എന്നിങ്ങനെ പറയുമ്പോൾ ചീഫിന് അത് വിശ്വാസം വരത്തില്ല. ഇവിടെ എന്താ സംഭവിച്ചത് ചോദിക്കുമ്പോൾ, അല്ല ഞാൻ ഇതെല്ലാം കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് കുട്ടികളാണ് ഈ ഒരു കാര്യം കണ്ട് നിലവിളിച്ച് ഓടാൻ തുടങ്ങിയത്. ഞാൻ പുറകെ ചെന്ന് നോക്കിയപ്പോൾ ഈ ഒരു ശരീരം കണ്ടു, അപ്പോഴേക്കും തന്നെ ഞാൻ എല്ലാവരും വിളിച്ചിരുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു ചീഫ് അസിസ്റ്റന്റിനോട് ചോദിക്കും, ശരി കുട്ടികളുടെ മൊഴികൾ എടുത്തോന്ന് ചോദിക്കുമ്പോൾ അവള് പറയും, എല്ലാവരുടെയും മൊഴികൾ എടുത്തു. അവരിവിടേക്ക് വരുന്ന സമയത്ത് സംശയാസ്പദമായിട്ട് ഒരു സ്ത്രീ തോക്കും വെച്ച് കാറിലിരിക്കുന്നതാണ് അവർ കണ്ടെന്ന് പറഞ്ഞത്. അതെന്തായാലും ഡെപ്യൂട്ടി വൂജിയാണ് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ചീഫ് പറയും, ഇനി അധികം ഒന്നും പറയരുത്. അങ്ങനെ നമ്മുടെ ക്യാപ്റ്റൻ ഹീറോയിനെ വിളിച്ച് ഹീറോയിന്റെ കാറിനകത്തേക്ക് കയറി ഇരിക്കുന്ന സമയത്താണ് കാറിന്റെ മുകൾ ഭാഗത്ത് ഒരു ബുള്ളറ്റ് കൊണ്ട ഹോളുണ്ട്, അതേപോലെ തന്നെ രക്തം പറ്റിയിരിപ്പുണ്ട്. അപ്പോഴാണ് ക്യാപ്റ്റൻ പറയുന്നത്, അവൻ ചെയ്ത അതേ മണ്ടത്തരം തന്നെ നീയും ചെയ്യാൻ പോകുന്നത് എനിക്ക് നല്ലതുപോലെ തന്നെ അറിയാം. നിനക്കൊരു കാര്യം അറിയോ, നമ്മുടെ ഇപ്പോ നമുക്ക് ആവശ്യത്തിന് ജീവനക്കാരില്ല, നീ അത് ശ്രദ്ധിച്ചോ. എനിക്കിപ്പോ നിന്നോട് ഒരു കാര്യം മാത്രമേ ആവശ്യപ്പെടാറുള്ളൂ, നീ നല്ലതുപോലെ തന്നെ എപ്പോഴും ഇരിക്കണം. അതുപോലെ ഈ ഒരു കാര്യം ഞാൻ എന്തായാലും വേറെ ആരോടും പറയാനും പോകുന്നില്ല. അതുകൊണ്ട് ആ തോക്കുങ്ങതാ നാളെ തന്നെ ജോലിക്കും കയറണമെന്ന് പറഞ്ഞിട്ട് അവളുടെ കയ്യിൽ നിന്ന് തോക്കും വാങ്ങി ചീഫ് അവിടെ നിന്ന് പോകുമ്പോഴത്തേക്കാണ് സത്യം പറഞ്ഞാൽ ഹീറോയിൻ ഇങ്ങനെ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയിന്റെ കാമുകൻ ഈ ഒരു കാറിനകത്ത് വെച്ച് സ്വയം ഷൂട്ട് ചെയ്ത് മരിക്കുമായിരുന്നു. അതുമല്ല അവ മരിച്ചിട്ടാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് നാളുകളായിട്ടില്ല. അതുകൊണ്ടാണ് അവളും സ്വയം മരിക്കാനായിട്ട് ഈ കാറിനകത്ത് ആ ഒരു തോക്കും കൊണ്ടിരുന്നത്. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം ആലോചിച്ചിട്ട് നമ്മുടെ ഹീറോയിൻ ആ ഒരു കാറിൽ തന്നെ ഇങ്ങനെ കിടക്കാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ക്യാപ്റ്റനെ കാണാനായിട്ട് ഹീറോയിൻ നേരെ സ്റ്റേഷനിലേക്ക് വരുന്ന സമയത്താണ് അതിനകത്ത് അസിസ്റ്റന്റ് ആയിട്ടുള്ള ആ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, അവൾ ഇങ്ങനെ എഴുന്നിട്ട് ഈ ഫയലും മറ്റു കാര്യങ്ങളെല്ലാം ഇങ്ങനെ വായിക്കുന്നു. അപ്പൊ അവളുടെ പേര് നമുക്ക് ലീ എന്ന് പറയാം. അങ്ങനെ ലീ ഫയലൊക്കെ വായിക്കുന്ന സമയത്ത് ഹീറോയിൻ അകത്തേക്ക് കയറി വരുന്നതും ഇവള് പേടിച്ചിട്ട് ഫയലെല്ലാം താഴേക്കിട്ട് എഴുന്നിട്ട് ഇല്ല ക്യാപ്റ്റനാണ് എന്നോട് പറഞ്ഞത് ഈ റിപ്പോർട്ടുകളെല്ലാം നോക്കാനായിട്ട്, ഞാൻ എഴുതിയ റിപ്പോർട്ട് നിങ്ങൾ വായിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയും, അതിന്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയുന്നതും നമ്മുടെ ക്യാപ്റ്റൻ അകത്തേക്ക് കയറി വന്നിട്ട് ഹീറോയിനെ അവിടെ ഇരുത്തി ഹീറോയിനോട് പറയും, നിന്റെ കാമുകൻ മരിച്ചതിൽ നിന്റെ കാമുകന് വിഷാദ രോഗമായിരുന്നു, അതിലവൻ മരിച്ചു. ആ ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് വിഷമുണ്ട്, നിനക്ക് നല്ല വിഷമുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം. പക്ഷേ അതെല്ലാം മറന്നല്ലേ പറ്റൂ. അതിന് വരെ നീ മരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇപ്പോ നിന്നെ ഞങ്ങൾക്ക് ഈ ഒരു കേസിലേക്ക് ആവശ്യമുണ്ട്. ഈ ഒരു പുതിയ കുട്ടിയില്ലേ പോലീസ് ട്രെയിനിങ്ങില് നല്ല രീതിയിൽ റാങ്ക് വാങ്ങിയ ഒരു കുട്ടിയാണ്, അവളെയും ഈ ഒരു കേസിൽ ഉൾപ്പെടുത്തണം, അവർക്ക് ട്രെയിനിങ് കൊടുക്കണം. അതുപോലെ ഇവരെ ഒറ്റയ്ക്ക് ഈ ഒരു കേസിലേക്ക് വിടാൻ കഴിയത്തില്ല, അതുകൊണ്ട് അവളെ നീ വേണം ട്രെയിനിങ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് എന്നിങ്ങനെ പറയുന്നതും നമ്മുടെ ഹീറോയിൻ പെട്ടെന്ന് പറയും, എന്ത് ഇവൾക്കൊന്നും അറിയത്തില്ല എന്നോ. അവളെ പിടിച്ച് അടുത്തേക്ക് ഇരുത്തിയിട്ട് അല്ല എന്താ ചെയ്യേണ്ടത് നിനക്ക് അറിയത്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ ലീ പെട്ടെന്ന് മരണകാരണം റിപ്പോർട്ട് ചെയ്യണം, ഐഡന്റിറ്റി കണ്ടുപിടിക്കണം, ആ അജ്ഞാത
ശവത്തിന്റെ രജിസ്റ്റർ പരിശോധിക്കണം, പിന്നെ ആ റിപ്പോർട്ട് പൂരിപ്പിച്ചിട്ട് എല്ലാ ഫയലും ലോഗ് ചെയ്യണം എന്നിങ്ങനെ പറയുന്നതും ഹീറോയും പെട്ടെന്ന് ദേ അവൾക്കെല്ലാം അറിയാം എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ ക്യാപ്റ്റൻ ആണെങ്കിൽ അതിന് സമ്മതിക്കുന്നില്ല. ക്യാപ്റ്റൻ പറയും ഇല്ലില്ല, അവളെ എന്തായാലും വെറുതെ വിട്ടാൽ ശരിയാവത്തില്ല. അതുപോലെ ഞാനൊരു ട്രാൻസ്ഫർ ചോദിച്ചിരുന്നല്ലോ, അതിന്റെ കാര്യം എന്തായാലും ചോദിക്കുമ്പോൾ ക്യാപ്റ്റൻ പറയും ആ പേപ്പർ എല്ലാം എന്റെ കയ്യിലുണ്ട്, പക്ഷെ നിനക്ക് ഇപ്പൊ എന്തായാലും ട്രാൻസ്ഫർ തരാൻ കഴിയത്തില്ല, കാരണം ഈ ഒരു കേസ് കൂടി അന്വേഷിച്ചിട്ട് നീ എന്ത് വേണമെങ്കിലും ചെയ്തോ. അതുപോലെ ഇവളെ ഒറ്റയ്ക്ക് എന്തായാലും ഈ ഒരു കേസ് അന്വേഷിക്കാൻ വിടാൻ കഴിയത്തില്ല, അതുകൊണ്ട് നീ എന്തായാലും അവളോടൊപ്പം വേണമെന്ന് ഇങ്ങനെ ക്യാപ്റ്റൻ നിർബന്ധമായിട്ട് പറയുന്നതും വേറെ നിവൃത്തിയില്ലാതെ നമ്മുടെ ഹീറോയിൻ ആണെങ്കിലും ലീയെ അവളോടൊപ്പം കൂട്ടിക്കൊണ്ട് പോവാണ്. അങ്ങനെ ഇവര് രണ്ടൊരു കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ആ കാറിന് മുകളിൽ ബുള്ളറ്റ് ഉണ്ടാ ഒരു ഹോൾ ഉണ്ടല്ലോ, അതിലെ വെള്ളം താഴേക്ക് ഇങ്ങനെ ഇറ്റി വീഴുന്നത്. ഇത് കാണുന്നതും അവൾ കുടിച്ചോണ്ടിരുന്ന ആ ഒരു ചായ കപ്പ് എടുത്ത് അവിടേക്ക് ഇങ്ങനെ പിടിച്ചു വെച്ചേക്കും. അങ്ങനെ അത് കഴിഞ്ഞ് മറ്റൊരിടത്ത് കാണിക്കുമ്പോൾ യു ഷെങ് എന്ന് പറഞ്ഞിട്ട് ഒരുത്തിന് കാണിക്കുകയാണ്, ഇവനാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോ. അങ്ങനെ കാണിക്കുമ്പോഴത്തേക്കാണ് ഹീറോ എന്താ ചെയ്യുന്നത് വെച്ചാല് ഒരു ചീപ്പ് എടുത്തിട്ട് അതിനകത്ത് നീളമുള്ളൊരു മുടിയുണ്ട് ഒരു പെണ്ണിന്റെ, ആ ഒരു മുടിയെടുത്ത് കുറെ നേരം ഇങ്ങനെ ശ്രദ്ധിക്കുന്നു. അതേപോലെ തന്നെ ആ ഒരു പെണ്ണിനെ പറ്റി അവൻ ഇങ്ങനെ ആലോചിക്കുകയും ചെയ്യുന്നു. അങ്ങനെ കുറച്ചു കഴിഞ്ഞ് അവർ റൂമിൽ നിന്ന് പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങിയിട്ട് നമ്മുടെ ഹീറോ ഇപ്പോൾ ഒരു ഡെലിവറി ബോയ് ആയിട്ടാണ് ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് ഡെലിവറി ചെയ്യാനുള്ള ആ ഒരു സാധനം എടുത്ത് വെളിയിലേക്ക് വരുന്ന സമയത്ത് അവന്റെ സുഹൃത്ത് പെട്ടെന്ന് ഹീറോയുടെ അടുത്തേക്ക് വന്നിട്ടാണ് പറയുന്നത്, യൂഷി നീ എന്റെ കാർ എടുത്തോണ്ട് പോയിരുന്നോ, ദേ പോലീസിൽ നിന്ന് ഒരു പെറ്റി ഇട്ടിട്ടുണ്ട്, നീ വണ്ടി ഓടിച്ചപ്പോ മഞ്ഞ വരയുടെ പുറത്തായിട്ടാണ് നീ പാർക്ക് ചെയ്തത്, അതിനു വേണ്ടിയിട്ടാണ് ദേ പെറ്റി വന്നിരിക്കുന്നതെന്നും പറഞ്ഞിട്ട് ഹീറോ എങ്ങനെ വഴക്ക് പറയുന്നത്. ഹീറോ പെട്ടെന്ന് അവനെ പിടിച്ചു നിർത്തിയിട്ടാണ് പറയുന്നത്, മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് കേട്ടോ, ഞാൻ ഒരിക്കലും നിന്റെ കാർ എടുത്തോണ്ട് പോയിട്ടില്ല, പിന്നെ എങ്ങനെ എന്റെ കാർ സ്വയം ഓടിയാണോ പോയത് എന്ന് ചോദിക്കുന്നതും ഹീറോ പറയും ഇല്ലല്ല ഞാൻ ഒരിക്കലും പോയിട്ടില്ല എന്നും പറഞ്ഞിട്ട് അവൻ സാധനങ്ങളുമായിട്ട് മറ്റിടത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോയിട്ട് കുറച്ചു പേരുമായിട്ട് ഇരുന്ന് ആഹാരമെല്ലാം ഇങ്ങനെ കഴിക്കാണ്. അപ്പോഴാണ് നമ്മുടെ ഹീറോ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാല് ഈ കുടിയേറി വരുന്ന തൊഴിലാളികളുണ്ടല്ലോ, സ്ത്രീകളും പുരുഷന്മാരും എല്ലാം, അവർക്കെല്ലാവർക്കും വ്യാജരേഖകളും പാസ്പോർട്ടും മറ്റും റെഡിയാക്കി കൊടുത്ത് അവരെ തായ്വാനിലേക്ക് ഇവരുടെ ഈ ഒരു നാട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സഹായിക്കുന്ന ഒരാളാണ് നമ്മുടെ ഹീറോ. അത് ലീഗലായിട്ടുള്ള കാര്യമല്ല, ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് അവൻ ചെയ്യുന്നത്. അതുമല്ലാതെ ഇപ്പൊ അവന്റെ ചുറ്റിനിരിക്കുന്നവര് മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്, നമ്മുടെ ഹീറോയുടെ കാമുകി ഒരു കുടിയേറ്റ തൊഴിലാളിയാണ്, അവളെ ഇപ്പോ 2-3 ദിവസമായിട്ട് കാണാനില്ല, നീ എന്തായാലും വിഷമിക്കേണ്ട, അവൾ എന്തായാലും തിരിച്ചു വരും എന്നെല്ലാം പറഞ്ഞിട്ട് അവനെ എങ്ങനെ സമാധാനിപ്പിക്കുകയും ചെയ്യുന്നു. അതേസമയം നമ്മുടെ ഹീറോയിനെ ലീയെ കാണിക്കുമ്പോഴത്തേക്കാണ് ഇവരിപ്പോ ഒരു മോർച്ചറിക്ക് അകത്ത് നിൽക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഒരു സ്ത്രീയുടെ ശരീരം ഇവർക്ക് കിട്ടിയല്ലോ, ആ ഒരു ശരീരം ഇപ്പൊ പോസ്റ്റ്മോർട്ടം ചെയ്യാണ്. അപ്പൊ നമ്മുടെ ലീ ആണ് ഫോട്ടോസ് എടുക്കുന്നത്. അപ്പൊ ഡോക്ടർ എന്നിട്ട് പറയും ഇതേപോലെ അവളുടെ ഹൃദയ ഭാഗത്ത് ഒരു സി ആകൃതിയിലുള്ള മുറിവുണ്ട്, അത് തുന്നിക്കെട്ടി വെച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ കഴുത്തില് ഒരു കുത്തിയ മുറിവുണ്ട്, തള്ളവിരലിനും ചൂണ്ടുവിരലിനും ഇടയിൽ ഒരു ടാറ്റു ഉണ്ട്, അതേപോലെ തന്നെ മോതിര വിരല് നല്ല വൃത്തിയായിട്ട് മുറിച്ചു മാറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് ഫോട്ടോ എടുക്കാനായിട്ട് പറയുമ്പോഴത്തേക്ക് ലീയെ കൊണ്ട് കഴിയുന്നില്ല, കാരണം അവൾ ആദ്യമായിട്ടല്ലേ, അവളെ കൊണ്ട് ഈ ഒരു ശരീരം ഇങ്ങനെ ഫോട്ടോ എടുക്കുമ്പോഴത്തേക്കും അവള് പേടിച്ച് വിറച്ച് നിന്നിട്ടാണ് ഫോട്ടോസ് എല്ലാം എടുക്കുന്നത്. അങ്ങനെ പുറമേയുള്ള എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ട് ആ ഒരു ഡോക്ടർ പെട്ടെന്ന് ഒരു ഓഫീസർ നമുക്ക് നോക്കാന്ന് പറഞ്ഞ് ആ ഒരു തുന്നിക്കെട്ടിയ ഭാഗം ഉണ്ടല്ലോ ഹൃദയഭാഗം, ആ ഒരു ഭാഗം വീണ്ടും കട്ട് ചെയ്തിട്ട് അതിങ്ങനെ തുറന്നു നോക്കുന്നതും ഇവിടെയാണ് ഒരു ടെസ്റ്റ്. എന്താണെന്ന് വെച്ചാൽ ആ ഒരു പെണ്ണിന്റെ ശരീരത്തെ ഹൃദയം കാണാനില്ല. അപ്പൊ അവളെ കൊന്ന ആള് മെയിൻ ആയിട്ട് അവളുടെ ഹൃദയവും അതേപോലെ തന്നെ മോതിര വിരലും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് രണ്ട് എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഡോക്ടർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആദ്യം അവളുടെ മോതിര വിരല് കട്ട് ചെയ്തെടുത്തു, അത് കഴിഞ്ഞിട്ടാണ് ഹൃദയം എടുത്തിട്ടുള്ളത്. അതുമല്ല ഹൃദയം എടുക്കുന്നതിന് മുന്നേ അവളുടെ ശരീരത്തിലെ പാതി രക്തവും അവൻ പുറത്തെടുത്തിട്ടുണ്ടാവും. പക്ഷെ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് ഇപ്പോഴും നമുക്ക് അറിയത്തില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം ആ ഒരു ഡോക്ടർ ആണെങ്കിലും നമ്മുടെ ഹീറോയിനോട് ഇങ്ങനെ പറയുകയും ചെയ്യുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ ഹീറോയെ കാണിക്കുമ്പോൾ അവനിപ്പോൾ വർക്കെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന സമയത്താണ് ഒരു കടയുടെ മുന്നിൽ നിന്നിട്ട് ഒരു പെണ്ണ് ഒരുപാട് നേരമായിട്ട് ആ ഡോറിൽ ഇങ്ങനെ തട്ടുന്നു. അങ്ങനെ ഇത് നമ്മുടെ ഹീറോ കാണുന്നതും ഹീറോ ഇപ്പോൾ വണ്ടി നിർത്തിയിട്ട് ആ ഒരു പെണ്ണിന്റെ അടുത്തേക്ക് വന്ന് അവളോട് സംസാരിക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കാണ് അവൾ പെട്ടെന്ന് ബഹളം വെക്കാൻ തുടങ്ങും. അപ്പോഴേക്കും അടുത്തുള്ള ഒരു പോലീസുകാരൻ വരുന്ന സമയത്ത് ഹീറോ പറയും ഇല്ലില്ല ഞങ്ങൾക്ക് രണ്ടുപേർക്ക് അറിയാം, കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോൾ അയാൾ അവിടെ നിന്ന് പോകുന്നതും അവൾ അവനെ ഒരു കാർഡ് എടുത്ത് ഇങ്ങനെ കാണിക്കുന്നു. ഇത് കാണുന്നത് നമ്മുടെ ഹീറോ അവളെ വിളിച്ച് റൂമിനകത്തേക്ക് കൊണ്ടുപോയിട്ട് ഇന്തോനേഷ്യ, വിയറ്റ്നാം ഇതിലേതാണെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും തായ്ലൻഡാന്ന് പറയും. ഓക്കെ ശരി, നിന്റെ കയ്യിൽ പണം ഉണ്ടോ? 20,000 രൂപയുണ്ട്. ഓക്കെ, നീ വിവാഹിതനാണോ, കുട്ടികളുണ്ടോ, കാമുകൻ അങ്ങനെ എന്തെങ്കിലും? ഇല്ല എന്ന് പറയുന്നത് അവളെ നേരെ മുറിയിലേക്ക് കൊണ്ടുവന്നിട്ട് ഓക്കെ ശരി ഇതാണ് നിന്റെ റൂം, ബാത്റൂമും മറ്റു കാര്യങ്ങളെല്ലാം ഈ സൈഡിലുണ്ട്, പിന്നെ ബ്രോക്കറുടെ ഫീസ് 7,000 രൂപയാണ്, നിനക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ മാസം 1,000 രൂപ വെച്ച് തരണം, ഒരു പുതപ്പും തലയിണയ്ക്കും 200 രൂപയാണ്, ഇന്നത്തെ ദിവസം എന്തായാലും നിനക്ക് ഫ്രീ, ഇനി മുതൽ അതിന് വേണ്ടിയിട്ട് നീ പണം തരേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് അവൻ പെട്ടെന്ന് പോകാനായിട്ട് വരുമ്പോഴത്തേക്കാണ് ആ ഒരു പെണ്ണ് പെട്ടത് വാരി എവിടെ എന്നിങ്ങനെ ചോദിക്കുന്നതും അവൻ പെട്ടെന്ന് പേടിച്ച് തിരിഞ്ഞു നോക്കാണ്. എന്റെ പേര് സായിപ്പിൻ നാഫോ, ഞാൻ എന്റെ സഹോദരിയായിട്ടുള്ള വാരിയെ കണ്ടുപിടിക്കാനായിട്ടാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത് എന്ന് അവളിങ്ങനെ പറയുന്നതും ഹീറോ വിചാരിച്ചതുപോലെ അവൾ ഇവിടേക്ക് ഒരു ജോലിക്ക് വേണ്ടിയിട്ടല്ല വന്നിരിക്കുന്നത്, പകരം അവളുടെ സഹോദരിയെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ വാരി എന്ന് പറഞ്ഞ ആ ഒരു പേര് കേൾക്കുമ്പോൾ ഹീറോ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്? കാരണം വാരി എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണാണ് നമ്മുടെ ഹീറോയുടെ കാമുകി. കുറച്ച് മുന്നേ തന്നെ നമ്മൾ കേട്ടിരുന്നു അവന്റെ കാമുകിയെ ഇപ്പൊ കാണാനില്ലാന്ന്, അതുകൊണ്ടാണ് അവന് നല്ല രീതിയിൽ പേടിച്ചത്. അങ്ങനെ അത് കഴിയുമ്പോൾ ഈ സായിപ്പിൻ നാഫോ എന്ന് പറഞ്ഞ ഒരു പെണ്ണിനെ നമുക്ക് എന്തായാലും സായി എന്ന് വിളിക്കാം. അതുകൊണ്ട് സായി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എന്റെ സഹോദരി ഇതിന് മുന്നേ എന്നെ കോൾ ചെയ്തിരുന്നു, അവളുടെ ജന്മദിനത്തിൽ നാട്ടിലേക്ക് വരാമെന്നാണ് അവൾ പറഞ്ഞിരുന്നത്. പക്ഷെ ഇത്രയായിട്ട് അവൾ വീട്ടിലേക്ക് വന്നിട്ടില്ല, അതുകൊണ്ടാണ് ഈ ന്യൂ ഇയർ ദിവസമായിട്ട് ഞാൻ ഇവിടേക്ക് വന്നത്, അതുപോലെ ഈ ഒരാഴ്ചയായിട്ട് അവൾ എന്നെ കോൺടാക്ട് പോലും ചെയ്തിട്ടില്ല എന്നിങ്ങനെ പറയുന്നതും അതുപോലെ സായിക്ക് അറിയാം അവളുടെ സഹോദരി വാരിയും നമ്മുടെ ഹീറോയും തമ്മിൽ പ്രണയത്തിലായിരുന്നെന്ന്. അതുകൊണ്ട് സായി ചോദിക്കും അല്ല അവള് നിന്നോടൊന്നും പറഞ്ഞിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ നിനക്കൊരു കാര്യം അറിയോ,
ഞാൻ നിന്റെ സഹോദരിയായിട്ട് പിരിഞ്ഞു. ആ ഒരു കാര്യം നിന്നോട് അവൾ പറഞ്ഞില്ലേ? അപ്പോൾ സായി പറയും, ആ അതെനിക്കറിയാം. കാരണം നീ ഒരിക്കലും അവളെ കല്യാണം കഴിക്കുമെന്ന് അവൾക്ക് ഒരിക്കലും ഉറപ്പില്ലായിരുന്നു. അതുകൊണ്ടാണ് അവൾ ഈ ഒരു ബന്ധം നിർത്തലാക്കിയത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോ പറയും, ഒരിക്കലും അങ്ങനെയല്ല, നിന്റെ സഹോദരി മറ്റൊരാളായിട്ട് പുറത്തു പോകാറുണ്ടായിരുന്നു. അപ്പോൾ സായി പറയും, മാൻകോക്ക് അവനാണോ? ആ അതെ, അവൻ തന്നെയാണ്. എന്നോടൊപ്പം ബന്ധം വെച്ചിട്ട് അവൾ മറ്റൊരാളോടൊപ്പം പോയി കഴിഞ്ഞാൽ അതാർക്ക് സഹിക്കാൻ കഴിയും? അതുകൊണ്ടാണ് ഞാൻ അവളുമായിട്ട് പിരിഞ്ഞത്. അപ്പോൾ സായി പറയും, ഹേയ് അങ്ങനെയാണെങ്കിൽ നീ ആയിരിക്കും തെറ്റുകാരൻ. അവളുടെ വികാരങ്ങൾ എന്താണെന്ന് നീ ഒരിക്കലും മനസ്സിലാക്കാൻ ശ്രമിച്ചു കാണില്ല. അതുകൊണ്ടായിരിക്കും അവൾ മറ്റൊരാളോടൊപ്പം പോയത്. പക്ഷെ അങ്ങനെ പോയിട്ടുണ്ടെങ്കിലും അവൾ എപ്പോഴും എന്നോട് പറയുമായിരുന്നു അവൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നിന്നോടാണെന്ന്. ഇതും കൂടി കേൾക്കുന്നത് നമ്മുടെ ഹീറോയ്ക്ക് ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോഴേക്കാണ് സായി മറ്റൊരു കാര്യം പറയുന്നത്, സത്യം പറഞ്ഞാൽ എന്റെ സഹോദരിയോട് നിന്നോട് പിരിയാൻ പറഞ്ഞതേ ഞാനാണ് എന്ന് പറയുന്നതും ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഹീറോ പറയും, ഓ അപ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നിട്ട് എന്നെ പറ്റിക്കായിരുന്നല്ലേ, പിന്നെ എന്തിനാ നീ ഇപ്പൊ എന്നെ അന്വേഷിച്ച് ഇവിടേക്ക് വന്നത് എന്ന് പറഞ്ഞിട്ട് അവൻ പെട്ടെന്ന് ദേഷ്യപ്പെട്ട് പുറത്തേക്ക് പോയി ഇങ്ങനെ നിൽക്കാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ ഹീറോയിനെ കാണിക്കുമ്പോൾ അവള് വീട്ടിൽ കിടക്കാണ്. അതേസമയം പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു അജ്ഞാത കോള് വരുന്നു. അതിൽ ഒരാൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ മരിച്ചതായിട്ട് ഒരു സ്ത്രീയുടെ ശരീരം കണ്ടുപിടിച്ചല്ലോ, ആ ഒരു സ്ത്രീയെ എനിക്കറിയാം, അവളുടെ പേര് വാരി നഫോ എന്നിങ്ങനെ പറയുന്നതും ഇവിടെയാണ് അടുത്ത ടെസ്റ്റ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയുടെ കാമുകി, അതേപോലെ തന്നെ സായിയുടെ സഹോദരി വാരി, അവളാണ് ഇപ്പോൾ മരിച്ചത്. അങ്ങനെ ഈ ഒരു കാര്യം നമ്മുടെ ക്യാപ്റ്റൻ നേരെ ഹീറോയിനോട് വന്ന് പറയുന്നതും ഇവരതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് നമ്മുടെ ലീയെ ആ അജ്ഞാതനായിട്ടുള്ള ആളുണ്ടല്ലോ അയാളെ വിളിച്ച് ആ ഒരു ഫോൺ ബൂത്ത് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞു വിടും. അപ്പോഴേക്ക് ലീ പെട്ടെന്ന് ക്യാപ്റ്റനെ വിളിച്ചിട്ട്, ക്യാപ്റ്റൻ ഞങ്ങൾ ആ ഒരു ഫോൺ ബൂത്ത് കണ്ടുപിടിച്ചു, പക്ഷെ അതിനകത്തേക്ക് കയറാൻ കഴിയത്തില്ല, കാരണം ബോംബ് പോലെ എന്തോന്ന് ആ ഒരു പെട്ടിക്കുള്ളിലാക്കി ബൂത്തിനകത്ത് വെച്ചിട്ടുണ്ട് എന്നിങ്ങനെ പറയുന്നതും ഇവിടെ നമ്മുടെ ഹീറോയിനെ സായിനെ കാണിക്കുമ്പോഴത്തേക്കാണ് അവര് രണ്ടുപേരും നമ്മുടെ ഹീറോയുടെ സുഹൃത്ത്, അവരുടെ ടാക്സി ഡ്രൈവർ ഉണ്ടല്ലോ അവനെ വിളിച്ചിട്ട് വാരി അന്വേഷിക്കാൻ പോവാണ്. പക്ഷെ ഇവർക്ക് ഇപ്പോഴും അറിയത്തില്ല വാരി മരിച്ചു എന്നുള്ള കാര്യം. അതുകൊണ്ട് ഇവരവളെ അന്വേഷിക്കാൻ പോകുന്നു. അതേസമയം ആ ഒരു ഫോൺ ബൂത്തിനടുത്തേക്ക് കാണിക്കുമ്പോൾ ഇപ്പോൾ ബോംബ് സ്ക്വാഡെല്ലാം വന്നിട്ട് ആ ഒരു ചുവന്ന പെട്ടിയിൽ എന്താണെന്ന് അറിയാൻ വേണ്ടി ഒരു ഓഫീസർ പതിയെ അതിനടുത്തേക്ക് നടന്നിട്ട്, ഓക്കെ ശരി ഞാനിപ്പോ ബോംബ് എടുക്കാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ബോക്സ് അങ്ങനെ അടുത്തേക്ക് എടുത്ത് എന്താണ് അതിനുള്ളിലുള്ളതെന്ന് സ്കാൻ ചെയ്ത് നോക്കുമ്പോഴത്തേക്കാണ് ഇവർ പ്രതീക്ഷിച്ചതുപോലെ ബോംബൊന്നുമല്ല, അതിനകത്ത് മറ്റു ചില സാധനങ്ങളാണ്. അതേസമയം ഇവിടെ നമ്മുടെ ഹീറോയിൻ സുഹൃത്തും സായിനെയും കൊണ്ട് വാരി അന്വേഷിക്കാൻ പോകുന്നതിന് മുന്നേ അവൾക്കൊരു ഫേക്ക് ആയിട്ടുള്ള ഐ ഡി നിർമ്മിക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റുഡിയോയിലേക്ക് ഇതിനെ കൊണ്ടുവരാണ്. കാരണം എന്ന് വെച്ചാൽ ഇയാളാണ് ഇവരുടെ ഫോട്ടോ എല്ലാം എടുത്തിട്ട് ഇവർക്ക് ആ ഒരു ഫേക്ക് ഐ ഡി നിർമ്മിച്ചു കൊടുക്കുന്നത് ഇയാളാണ്. അപ്പൊ അയാളാണെങ്കിലും നമ്മുടെ സായി അവിടെ പിടിച്ചിരുത്തി, ഏയ് നല്ലതുപോലെ ഇരിക്കും, ആ ചെറുതായിട്ടൊന്ന് ചിരിക്കി, എന്നാലേ ഐ ഡി കാണുമ്പോഴത്തേക്ക് അവരെ വിശ്വസിക്കത്തുള്ളൂ, ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അവർ കണ്ടുപിടിക്കും, കാരണം ഞാൻ വർഷങ്ങളായിട്ട് ഈ ഒരു തൊഴിൽ ചെയ്യുന്നതാണ് എന്നെല്ലാം പറഞ്ഞിട്ട് അവളുടെ ഫോട്ടോ എടുത്ത് അവരെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനും ലീയും ആ ഒരു ബോക്സിനുള്ളിൽ കണ്ടുപിടിച്ച സാധനങ്ങൾ എന്താണെന്ന് നോക്കാണ്. അതിനകത്ത് 2 കൈവിലങ്ങുകളും അതേപോലെ തന്നെ വേറെ എന്തോ പേപ്പറൊക്കെ ഉണ്ടായിരുന്നു. അതുമല്ല ആ കൈവിലങ്ങിൽ നിന്ന് കിട്ടിയ വിരലടയാളം വെച്ചിട്ട് അത് ആരുടേതാണെന്ന് പരിശോധിക്കുമ്പോൾ ഒരു തായ്ലൻഡുകാരനായിട്ടുള്ള മാൻകോക്ക് എന്ന് പറഞ്ഞ ഒരാളാണെന്ന് ഇവർ കണ്ടുപിടിക്കും. അപ്പോൾ മാൻകോക്ക് എന്ന് പറഞ്ഞിട്ട് ഈ ഒരാള് അത് ആരാണെന്ന് വെച്ചാൽ നേരത്തെ നമ്മുടെ സായിയും ഹീറോയും വാരി മറ്റൊരാളോടൊപ്പം പോകുന്ന കാര്യം പറഞ്ഞിരുന്നല്ലോ, ആ ഒരാളാണിത്. അതുമല്ല മാൻകോക്ക് ആണെങ്കിൽ 10 വർഷമായിട്ട് ഈ ഒരു നാട്ടിൽ കുടിയേറ്റ തൊഴിലാളിയായിട്ട് ജീവിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മുടെ ലീ ഹീറോയിനോട് പറയുന്നതും ഹീറോയിൻ പെട്ടെന്ന് വാരിയുടെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടാണ് പറയുന്നത്, ഓക്കെ ശരി വാരി നഫു ആണ് അപ്പോൾ മരിച്ചത്. അതേപോലെ തന്നെ 10 വർഷമായിട്ട് തായ്വാനിൽ നിന്ന് കാണാതായിട്ടുള്ള മാൻകോക്ക് എന്ന് പറഞ്ഞ ഈ ഒരാൾ എന്ന് പറയുന്നതും നമ്മുടെ ലീ പെട്ടെന്ന് ആ ബോക്സിൽ നിന്ന് കുറച്ച് ഫോട്ടോസ് കിട്ടും. അതെടുത്ത് കാണിക്കുമ്പോഴത്തേക്കാണ് വാരിയോടൊപ്പം സായി ഉണ്ടല്ലോ അവളുടെ സഹോദരി, അവൾ ഇരിക്കുന്നൊരു ഫോട്ടോ ഉണ്ട്. ഇതാരാണെന്ന് ഹീറോയിൻ ചോദിക്കുമ്പോൾ ലീ പറയും, ഇത് സായി നഫു വാരിയുടെ സഹോദരിയാണെന്ന് പറയും. ഇപ്പോൾ ഇവർ സംശയിക്കുന്നത് മാൻകോക്കിനെയാണ്, അവനായിരിക്കും ഒരു പക്ഷേ വാരിയെ കൊന്നത്. അങ്ങനെയാണെങ്കിൽ അവൻ എന്തിന് ഈ ഒരു ഡീറ്റെയിൽസ് എല്ലാം ആ ഒരു ഫോൺ ബൂത്തിന്റെ മുകളിൽ വെച്ചിട്ട് പോകണം? അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തോ കാണണമെന്ന് അവൻ ആഗ്രഹിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്തത് എന്നിങ്ങനെ പറയുന്നതും, ഓക്കെ ശരി ഈ 2 സർക്കിളുകൾ ഈ 2 പേരെയാണ് സൂചിപ്പിക്കുന്നത്. ഒന്ന് ആ ഒരു ശരീരം നമ്മോട് എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട്, ആ ഒരു ശരീരത്തിലെ ഹൃദയം കട്ട് ചെയ്തെടുക്കുന്നു, വിരല് കട്ട് ചെയ്ത് കളയുന്നു, പിന്നെ ആ ശരീരത്തിലെ കൈവിലങ്ങുകൾ, അതാണ് രണ്ടാമത് കോൾ ചെയ്ത അയാളുണ്ടല്ലോ, അയാളായിരിക്കും ഒരു പക്ഷേ ഈ ഒരു കൈവിലങ്ങുകൾ കട്ട് ചെയ്തത്. എന്നിട്ട് അയാൾ തന്നെ ആ ഒരു മൃതദേഹം അവിടെ കൊണ്ടുപോയി നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ ഉപേക്ഷിച്ചതും നമ്മൾ ആ ഒരു ശരീരം കാണാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ശരീരം അവളുടെ നാട്ടിലേക്ക് തന്നെ തിരിച്ചയക്കാൻ വേണ്ടിയിട്ട് മാൻകോക്ക് ശ്രമിച്ചു. അതിന് വേണ്ടിയിട്ടാണ് അവളുടെ ശരീരം കാണുന്ന രീതിയിൽ ഒരിടത്ത് കൊണ്ടുപോയി ഉപേക്ഷിച്ചത്. അപ്പോൾ ലീ ചോദിക്കും, അല്ല ഈ ഒരു തായ് മനുഷ്യൻ എന്തിനാ ഈ ഒരു ബോക്സ് അവിടെ കൊണ്ടുവന്ന് വെച്ചത് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ പറയും, ഓക്കെ ശരി നിങ്ങളുടെ സുഹൃത്ത് കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യും? പോലീസിനെ വിളിക്കും, അത് ചെയ്ത ആളെ കണ്ടുപിടിക്കും. അപ്പോൾ ഹീറോയിൻ പറയും, ഓക്കെ ശരി നീ ഒരു കുടിയേറ്റ തൊഴിലാളിയാണെങ്കിലോ നിന്റെ കുടുംബത്തിലുള്ള ഏക പ്രതീക്ഷ നീ മാത്രമാണ്, അങ്ങനെയാണെങ്കിൽ നീ എന്ത് ചെയ്യും? പിടിക്കപ്പെടാനും നിന്നെ കൊണ്ട് കഴിയത്തില്ല. അപ്പോൾ ലീ പറയും, എനിക്ക് ഒളിച്ചിരിക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ ഹീറോയിൻ പറയും, അതെ അത് തന്നെയാണ് ഇവനും ചെയ്യുന്നത്. ഇവൻ ഒളിച്ചിരുന്ന് ഇവന്റെ സുഹൃത്തിനെ കൊന്നത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ശരീരം നമ്മൾ കാണുന്ന രീതിയിൽ ഒരിടത്ത് കൊണ്ടുപോയി ഉപേക്ഷിച്ചത്. അതുമല്ല അവന്റെ സുഹൃത്തിന്റെ ആ ഒരു ശരീരം നാട്ടിലേക്ക് അയക്കണമെന്നും അവൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇവനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാലേ നമുക്ക്
ഒരുപക്ഷെ ഏകദേശം കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും എന്ന് പറയുമ്പോൾ ലീ പറയും, ഇവിടെ 10,000 കുടിയേറ്റ തൊഴിലാളികളുണ്ട്, അതിലെവിടെ പോയിട്ട് ഞാൻ കണ്ടുപിടിക്കാനായിട്ടാണ്, നിനക്ക് അവന്റെ പേരറിയില്ലേ, അതുമല്ലാതെ അവന്റെ കോൾ റെക്കോർഡുകൾ പരിശോധിച്ചാൽ മതി എന്നും പറഞ്ഞിട്ട് ഹീറോയിൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നതും ഇവിടെ നമ്മുടെ സായിയെ കാണിക്കുമ്പോൾ അവള് റൂമിൽ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് അവൾക്കൊരു ഫോൺ വരുന്നു. അങ്ങനെ എടുത്ത് സംസാരിക്കുമ്പോഴത്തേക്കും അതിലെ ഒരു അടഞ്ഞ ശബ്ദമല്ല, ഒരു ചെറിയ ശബ്ദത്തിലെ ഒരു സ്ത്രീയാണ് സംസാരിക്കുന്നത്. അവരെന്താണ് പറയുന്നതെന്ന് വെച്ചാല്, നിങ്ങളാണ് സായി പിന്നഫോ? അതെ, ഞാൻ നിങ്ങളുടെ സഹോദരിയുടെ സുഹൃത്താണ് യതി അയോനി. നിന്റെ സഹോദരിക്ക് ഇപ്പോൾ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് നീയുമായിട്ട് ബന്ധപ്പെടാനായിട്ട് അവളെ കൊണ്ട് കഴിയത്തില്ല. പക്ഷേ നിന്റെ ജന്മദിനത്തില് നീ ഈ ഒരു നമ്പറിലേക്ക് വിളിക്കണം. അപ്പോഴേക്കും ഒരു ടാക്സി നിന്റെ സഹോദരിയുടെ അടുത്തേക്ക് കൊണ്ടുപോകും. നിന്റെ ചുറ്റിനുള്ള ആളുകളെ ഒരിക്കലും നീ വിശ്വസിക്കരുത് എന്നും പറഞ്ഞിട്ട് ആ ഒരു കോൾ കട്ടാവുന്നതും അടുത്ത ദിവസം കാണിക്കുമ്പോൾ നമ്മുടെ സായി നേരെ ഹീറോയുടെ അടുത്തേക്ക് വന്നിട്ട്, ഹേയ്, നീ ഇപ്പൊ എന്റെ സഹോദരിയെ കണ്ടുപിടിച്ച് തരാന്ന് പറഞ്ഞിട്ട് ഒരുപാട് ദിവസമായി, നീ എന്താ എന്നെ പറ്റിക്കുകയാണോ, അതോ നീ എന്നോട് കള്ളം പറയാണോ എന്തെല്ലാം ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ ഹീറോ പറയും, ഞാൻ ഇത്രയും ദിവസമായിട്ട് അവളെ നോക്കാതെ വെറുതെ നടക്കുകയാണെന്നാണ് നീ ചിന്തിക്കുന്നത്. അതുമല്ല, എന്റെ അടുത്ത് നിന്ന് അവളോട് പിരിയാൻ പറഞ്ഞത് നീയാണ്, പിന്നീട് എന്നോട് ഒന്ന് ചോദിച്ചിട്ട് എന്ത് കാര്യം എന്നും പറഞ്ഞിട്ട് അവൻ എഴുന്നേറ്റ് പോകുന്നതും ഇവിടെ നമ്മുടെ ഹീറോയിൻ നേരെ ലീയുടെ അടുത്തേക്ക് വന്നിട്ട് അവള് വാരിയുടെ കോൾ റെക്കോർഡുകൾ എടുത്തു വെച്ചിട്ടുണ്ട്. 4 ദിവസം മുന്നെയാണ് വാരിയുടെ ഫോണിൽ നിന്നും അവസാനമായിട്ട് ഒരു കോൾ പോയിട്ടുള്ളത്. പക്ഷെ അവളുടെ മരണസമയം വെച്ച് നോക്കുമ്പോൾ ഈ കോള് പോകുന്നതിന് മുന്നേ തന്നെ വാരി മരിച്ചിരുന്നു. വാരി നേരത്തെ തന്നെ മരിച്ചിരുന്നു. അപ്പോൾ എങ്ങനെയാണ് അവളുടെ ഫോണിൽ നിന്ന് അവൾ തന്നെ കോൾ ചെയ്യുന്നത്? ഒരുപക്ഷെ കാണാതായ മാൻകോക്ക് എന്ന് പറഞ്ഞിട്ട് ആ ഒരു മനുഷ്യനായിരിക്കും അവളുടെ ഫോൺ യൂസ് ചെയ്യുന്നത്. അതുമല്ലാതെ ആ ഒരു കോള് പോയിരിക്കുന്നത് യതി അയ്യോനി എന്ന് പറഞ്ഞിട്ട് ഒരു ഇന്തോനേഷ്യൻ സ്ത്രീയുടെ അടുത്തേക്കാണ്. ഇതാണെന്ന് പറഞ്ഞിട്ട് ആ ഒരു സ്ത്രീയുടെ ഫോട്ടോയും നമ്മുടെ ഹീറോയിനെ കാണിച്ചു കൊടുക്കുന്നതും യതി അയ്യോനി എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സ്ത്രീയെ കാണാതായിട്ട് ഇപ്പോൾ ഒരുപാട് നാളായി. ഇവരും ഒരു അന്യ സംസ്ഥാന കുടിയേറ്റ തൊഴിലാളിയാണ്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ചോദിക്കും, ഓക്കെ ശരി, അവള് വേറെ ആരാണ് വിളിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ലീ പറയും, പിന്നീട് വിളിച്ചത് വാരിയുടെ സഹോദരി സായി പിന്നഫോ. പക്ഷെ ഇവരെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന മറ്റു സൂചനകളൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല എന്നിങ്ങനെ പറയുന്നതും നിങ്ങൾ ഓർക്കുന്നുണ്ടോ? യതി അയ്യോനി എന്ന് പറഞ്ഞിട്ട് ആ ഒരു സ്ത്രീയാണ് കഴിഞ്ഞ സീനിൽ സായിയെ വിളിച്ച് അവളുടെ സഹോദരിയെ പറ്റി, അവളുടെ സഹോദരിക്ക് എന്തോ പ്രശ്നമുണ്ട്, നിന്റെ ജന്മദിനത്തിൽ ഇനി വിളിച്ചാൽ മതി എന്നെല്ലാം പറഞ്ഞല്ലോ ആ ഒരു സ്ത്രീ. അപ്പൊ ഇവർക്കാണെങ്കിലും വ്യക്തമായിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല, ഇപ്പോൾ ആകെ കൺഫ്യൂഷൻ ആയിട്ടിരിക്കുകയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും കാറും എടുത്തിട്ട് നേരെ നമ്മുടെ ഹീറോയെ കാണാനായിട്ട് പോവാണ്. എന്തിനാണെന്നല്ലേ വ്യക്തമാക്കി തരാം. മരിച്ചത് വാരി എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണ്, അവളുടെ മരണം റിപ്പോർട്ട് ചെയ്തത് മാൻകോക്ക് എന്ന് പറഞ്ഞ് കാണാതായിട്ടുള്ള ആ ഒരു തായ്ലൻഡുകാരൻ, അതേപോലെ തന്നെ വാരിയുടെ സഹോദരി സായ് പിൻ നഫോ, കൂടാതെ യതി അയ്യൂനി എന്ന് പറഞ്ഞിട്ട് പുതിയൊരു സ്ത്രീയും. ഇവരുടെ എല്ലാവരുടെയും കോൾ റെക്കോർഡ് ഒരാളുമായിട്ട് മെയിൻ ആയിട്ട് കണക്ട് ആയിട്ടുണ്ട്. കാരണം ഇവരെല്ലാവരും പരസ്പരം ആ ഒരാളെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചിട്ടുണ്ട്. അതാരാണെന്ന് വെച്ചാൽ അത് നമ്മുടെ ഹീറോയാണ്. കാരണം ഹീറോ ആണല്ലോ ഇവർക്ക് എല്ലാവർക്കും ഫേക്ക് ഐഡി ഉണ്ടാക്കി കൊടുക്കുന്നതും ഇവരെ മറ്റു കാര്യങ്ങളിൽ സഹായിക്കുന്നതും. അതുകൊണ്ട് ഹീറോയെ പോയി കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുമെന്ന് പറഞ്ഞിട്ടാണ് ഇവർ രണ്ടുപേരും ഇപ്പോൾ അവനെ കാണാനായിട്ട് പോകുന്നത്. അതേസമയം ഇവിടെ സായിയും ഹീറോയും സംസാരിക്കുമ്പോൾ ഡോറിൽ ആരോ മുട്ടുന്ന ശബ്ദം കേട്ടിട്ട് ഹീറോ വന്ന് ഡോർ തുറക്കുന്നതും വെളിയിൽ നിൽക്കുന്നത് നമ്മുടെ ഹീറോയിനും അതേപോലെ തന്നെ ലീയും. അപ്പോൾ ഹീറോ ചോദിക്കും, അല്ല നിങ്ങൾ ആരാ, എന്തോ വേണമെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ ഇതേപോലെ അടുത്തൊരു കേസ് അന്വേഷിക്കാൻ വന്നതാണ്, നിങ്ങൾക്ക് വാരി നഫോയെ അറിയോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അവൻ അറിയാമെങ്കിലും അവൻ പറയും, ഏയ് എനിക്കറിയത്തില്ല എന്ന് പറയും. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മുടെ സായി ആണെങ്കിൽ ഉള്ളിൽ നിന്നിട്ട് കേൾക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ ഹീറോയിൻ അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നത്, നീ എന്താണ് ഇവിടെ ചെയ്യുന്നതെന്നല്ല ഞങ്ങൾക്കറിയാം, ഒളിച്ചോടി ഇവിടേക്ക് വന്ന കുടിയേറ്റ തൊഴിലാളികളെ സഹായിക്കുന്നത് നീയല്ലേ, അതുകൊണ്ട് നമുക്ക് സത്യസന്ധമായിട്ട് മുന്നോട്ട് പോയാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും, ഓഫീസർ അതെല്ലാം വളരെ കാലം മുമ്പാണ്, പിന്നെ അങ്ങനെയുള്ളവരെ ഞാൻ സഹായിക്കുന്നു, അത് ശരി തന്നെയാണ്, പക്ഷെ അവരെ പറ്റി എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയത്തില്ല എന്നിങ്ങനെ പറയുന്നതും ഹീറോയിൻ പറയും, ഓക്കെ ശരി, അങ്ങനെയാണെങ്കിൽ വാരിയുടെ കയ്യിലും തോളിലും 1-2 ടാറ്റുകൾ അടിച്ചിട്ടുണ്ട്, അതൊന്ന് കൺഫേം ചെയ്യാനായിട്ട് നിനക്ക് വന്നൂടെ എന്ന് ചോദിക്കുമ്പോൾ ഹീറോ പെട്ടെന്ന് ഞെട്ടും. കാരണം എന്താ വെച്ചാൽ വാരി മരിച്ച കാര്യം ഇവരിപ്പോഴും അറിഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ അവളുടെ ശരീരത്തിനടുത്തേക്ക് കൊണ്ടുവന്ന് അവളുടെ ആ ഒരു ടാറ്റു ഇങ്ങനെ കാണിച്ചിട്ട് അവളാണോ എന്ന് കൺഫേം ചെയ്യാൻ പറയുന്നതും ഹീറോ അങ്ങനെ ഞെട്ടി പേടിച്ചിരിക്കുകയാണ്. കാരണം അവൾ മരിച്ചെന്നുള്ളത് ഇപ്പോഴാണ് അവനും അറിയുന്നത്. അങ്ങനെ നമ്മുടെ ഹീറോ സ്റ്റേഷനിൽ ഇരിക്കുന്ന സമയത്താണ് അവന്റെ അടുത്തിരിക്കുന്ന ഒരുത്തം പെട്ടെന്ന് പറയുന്നത്, ഹേയ് നിങ്ങളാണോ ആ മരിച്ച തായ്ലൻഡ് പെൺകുട്ടിയുടെ കാമുകൻ, നീ എന്തിനാ ഒരു തായ്ലൻഡുകാരിയെ തെരഞ്ഞെടുത്തത്, എന്തെങ്കിലും അസുഖം പിടിക്കാനായിട്ട്, അവര് വളരെ വൃത്തികെട്ടവരാണ് എന്നല്ല ഇങ്ങനെ പറയുന്നതും ഹീറോയ്ക്ക് ദേഷ്യം വന്നിട്ട് അവനൊരു 2-3 ഇടി. അങ്ങനെ അത് കഴിഞ്ഞ് ഹീറോയെ ഇവർ ചോദ്യം ചെയ്യുന്ന സമയത്താണ് ഹീറോ പറയുന്നത്, അതെ ഞങ്ങൾ രണ്ടുപേരും ഇഷ്ടത്തിലായിരുന്നു, വിവാഹം കഴിക്കണമെന്നല്ല ഞങ്ങൾ തീരുമാനിച്ചിരുന്നു, പക്ഷെ പിന്നീട് ഞാൻ അവളെ വിളിക്കുമ്പോൾ അവൾ എന്റെ കോളുകളെല്ലാം നിരസിക്കുകയായിരുന്നു. ഡിസംബർ 20 അവൾ എന്നോട് സംസാരിക്കുന്നത് നിർത്തി, 25 അവൾ എന്നെ വിളിച്ചിട്ട് നമ്മൾ തമ്മിൽ വേർപിരിയാണെന്ന് പറഞ്ഞു. പിന്നീട് ഒരിക്കലും ഞാൻ അവളെ കണ്ടിട്ടില്ല, നിങ്ങൾ അവളുടെ ശരീരം കാണിക്കുന്നത് വരെ എന്നിങ്ങനെ പറയുന്നതും നമ്മുടെ ലീ ചോദിക്കും, നിങ്ങൾ അവളായിട്ട് എന്തെങ്കിലും പണമിടപാടുകളുണ്ടോ, അവളെ നിങ്ങൾക്ക് തിരിച്ചു തരാനോ അങ്ങനെ എന്തെങ്കിലും എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, നിങ്ങൾ ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ, എന്നാലേ നിങ്ങൾക്ക് അത് മനസ്സിലാവത്തുള്ളൂ എന്നെല്ലാം ഇങ്ങനെ പറയാണ്. അപ്പോൾ ഹീറോയും പറയും, ശരി നമുക്ക് ഒന്നുകൂടി നല്ലതുപോലെ സംസാരിക്കാം, ഞങ്ങൾ കാണിക്കുന്ന ഇവരെല്ലാരെങ്കിലും ഒരാളെ നിങ്ങൾക്ക് അറിയോന്ന് നീ ഞങ്ങളോട് പറയണം എന്നും പറഞ്ഞിട്ട് നമ്മുടെ ലീ പെട്ടെന്ന് സായ് പിൻ നഫോ വാരിയുടെ സഹോദരി ഇവളെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല എന്ന് പറയും. യതി അയ്യൂനി ഇവരോ ഒരു ഐഡിയ ഇല്ല, ഒന്നുകൂടി സൂക്ഷിച്ചു നോക്ക്, കാരണം അവരാണ് വാരിയെ അവസാനമായിട്ട് വിളിച്ചത് എന്ന് പറയുമ്പോൾ ഏയ് ഒരു ഐഡിയ ഇല്ല എന്ന് അവൻ പറയും. പക്ഷേ യതി അയ്യൂനി എന്ന് പറഞ്ഞിട്ട് ആ ഒരു സ്ത്രീയെ ഇവൻ മുമ്പ് എവിടെയോ കണ്ടിട്ടുള്ളത് പോലെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. പക്ഷെ അവൻ അറിയാന്നുള്ള കാര്യം മാത്രം പറയത്തില്ല. അത് കഴിഞ്ഞിട്ട്
ബാക്കിയുള്ള ഓരോരുത്തരുടെയും ഫോട്ടോസ് എടുത്തിട്ട് ഇതറിയത്തില്ല, ഇതും അറിയത്തില്ല, ഇതും അറിയത്തില്ല എന്ന് എല്ലാവരുടെ കാര്യം ഇങ്ങനെ പറയുന്നതും ഇവര് മാൻഗോക്ക് എന്ന് പറഞ്ഞിട്ട് ആവർത്തനുണ്ടല്ലോ അവന്റെ ഫോട്ടോ എടുത്ത് ഇങ്ങനെ കാണിച്ചു കൊടുക്കും. എന്നിട്ട് അവനെ പറ്റി അറിയാമെന്ന് ചോദിക്കുമ്പോൾ അപ്പോഴും അവൻ അറിയത്തില്ല എന്ന് കള്ളം പറയും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹീറോയെ വിടുന്നതും ഹീറോ നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ട് നേരെ വന്ന് സായിയുടെ ബാഗെല്ലാം പാക്ക് ചെയ്യണോ ഒന്നും പറയാതെ. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, എന്റെ സഹോദരിക്ക് എന്താ പറ്റിയേ, പോലീസുകാർ നിന്നെ എന്തിനാ കൊണ്ടുപോയത്, അതോ എന്റെ സഹോദരി ഇനി അറസ്റ്റിലാണോ? എല്ലാം പറയുമ്പോൾ അവനൊന്നും മിണ്ടാതെ അവളെ വലിച്ചെടുത്ത് താഴേക്ക് ഇങ്ങനെ കൊണ്ടുപോവാണ്. എന്നിട്ട് അവളെ അവന്റെ സുഹൃത്തിന്റെ കാറിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് നീ പോയി കാറിലിരിക്കും, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് അകത്ത് പോയി കുറച്ച് പണം എടുത്തിട്ട് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ അവൾ അപ്പോഴും ചോദിക്കുമ്പോൾ ഹീറോ പറയും, പോലീസ് നമ്മളെ കണ്ടുപിടിച്ചു, അതുകൊണ്ട് നീ ഇപ്പോൾ തിരിച്ചു പോകണം, നീ എവിടെ നിന്നാണോ വന്നത് അവിടേക്ക് തന്നെ നീ തിരിച്ചു പോകണം എന്ന് പറയുമ്പോഴത്തേക്ക് സായി പറയും, ഇല്ല ഞാൻ ഒരിക്കലും പോകത്തില്ല, എന്റെ സഹോദരിക്ക് എന്താ സംഭവിച്ചത് അത് പറയാതെ ഞാൻ പോകത്തില്ല എന്ന് പറയുമ്പോൾ ഹീറോ പറയും, അവൾ ഇനി തിരിച്ചു വരാൻ പോകുന്നില്ല, ഒരിക്കലും ഇനി തിരിച്ചു വരത്തില്ല എന്നിങ്ങനെ പറയുമ്പോൾ സായിക്കൊന്നും മനസ്സിലാവുന്നില്ല. സായി ചോദിക്കും, നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്, നീ എന്താ ഉദ്ദേശിക്കുന്നതെല്ലാം ചോദിക്കുന്നതും ഹീറോ ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കാണ്. അതേ സമയം തന്നെ നമ്മുടെ ഹീറോയിനും ലീയും മറ്റൊരു കാറിൽ ഇവർ ചെയ്യുന്ന കാര്യങ്ങളായിരുന്നു നമ്മുടെ ഹീറോയെ ഫോളോ ചെയ്ത് വന്നിട്ട് ഇവരെന്താണ് ചെയ്യുന്നത് മറ്റൊരിടത്ത് ഇങ്ങനെ വാച്ച് ചെയ്യുന്നുണ്ട്. അതേസമയം ഇവിടെ ആണെങ്കിൽ സായിയോട് ഒരുപാട് നേരം ഇവിടെ സംസാരിക്കുമ്പോൾ സായി പറയും, ഓക്കെ ശരി ശരി എന്നെ വിട്, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഞാൻ എന്തായാലും തിരിച്ചു പോകാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് അവളുടെ ബാഗെല്ലാം എടുത്ത് ഒരു കമ്പി എടുത്തിട്ട് ദേഷ്യം കാരണം ഈ സുഹൃത്തിന്റെ കാറിലേക്ക് ഒരു അടിയടിച്ച് അവൾ കാറിനകത്തേക്ക് കയറിയിരിക്കും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ ഇപ്പോൾ മറ്റൊരു വണ്ടിയിൽ വേറെ എവിടേക്ക് പോകുന്നു. അതേസമയം തന്നെ അവന്റെ സുഹൃത്തുണ്ടല്ലോ ടാക്സി ഡ്രൈവർ, അവനാണെങ്കിൽ സായിയെ കൊണ്ടുവിടാനായിട്ട് ഇങ്ങനെ പോവുകയും ചെയ്യുന്നു. അങ്ങനെ പോകുമ്പോഴത്തേക്ക് അവൻ വീഡിയോ കോൾ ചെയ്തിട്ട് പറയുന്നുണ്ട്, ഹേയ് അവളിപ്പോൾ ഒരു കുഴപ്പമില്ല, എൻ്റെ അടുത്ത് തന്നെ ഉണ്ട് എന്നെല്ലാം പറയുന്നതും ഹീറോ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തിട്ട് അവൻ വണ്ടി ഓടിച്ചിട്ട് പോകുന്ന സമയത്താണ് കണ്ണാടിയിലൂടെ പുറകിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ഹീറോയിനും ലീയും അവനെ ഫോളോ ചെയ്യുന്നതായിട്ട് ഹീറോയ്ക്ക് മനസ്സിലായി. അങ്ങനെ ഹീറോ ആണെങ്കിൽ സ്പീഡ് കൂട്ടിയിട്ട് ഇങ്ങനെ പോകുന്നതും ഒരവസരത്തിൽ ഹീറോയിൻ അവനെ ഫോളോ ചെയ്ത് പോവാതെ മറ്റൊരു വഴിയിലൂടെ വണ്ടി ഇങ്ങനെ കൊണ്ടുപോകും. അപ്പോൾ ലീ ചോദിക്കും, അല്ല അവൻ ദേ ആ ഒരു വഴിക്ക് പോകുന്നു, നമ്മൾ എന്തിനാ ഇങ്ങനെ പോകുന്നത് ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയും, അവൻ എന്തായാലും നമ്മളെ കണ്ടിട്ടുണ്ട്, അവനെ ഫോളോ ചെയ്യുന്നതെന്ന് അവന് തോന്നിക്കാണും, ഈ ഒരു വഴിയെ പോയാൽ അവനെ എന്തായാലും കണ്ടുപിടിക്കാൻ കഴിയും, അവന് സംശയം തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വഴിയെ വണ്ടി വിട്ടതെന്ന് പറഞ്ഞിട്ട് അവനെ ഫോളോ ചെയ്ത് തന്നെയാണ് ഇവർ പോകുന്നത്. അങ്ങനെ കാണിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോ ഇപ്പോൾ ആരെ കാണാനായിട്ടാണ് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ മാൻഗോക്ക് എന്ന് പറഞ്ഞിട്ട് കാണാതായ ഒരുത്തനുണ്ടല്ലോ, അവൻ എവിടെയാണ് ഉള്ളതെന്ന സ്ഥലം നമ്മുടെ ഹീറോയ്ക്ക് അറിയാം. അവൻ അന്വേഷിച്ചാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അങ്ങനെ അവന്റെ റൂമിനകത്തേക്ക് കയറി ചെല്ലുന്നതും അവനാണെങ്കിൽ നല്ല രീതിയിൽ പേടിച്ചിട്ട് ഇങ്ങനെ കിടക്കാണ്. അപ്പോൾ ഹീറോ ചോദിക്കും, അല്ല നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നതെന്ന് ചോദിക്കുന്നതും അവൻ പെട്ടെന്ന് പറയും, അല്ല ഞാനല്ല അവളെ കൊന്നത്, പക്ഷെ നിന്റെ ഫോട്ടോ പോലീസിന്റെ കയ്യിലുണ്ട് എന്നിങ്ങനെ പറയുന്നതും വെളിയിൽ കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോയിനും ലീയും അവിടേക്ക് വന്നു. അതേസമയം ഇവിടെ നമ്മുടെ ഹീറോ പറയും, ഏയ് നീ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല, പതിയെ പറയും, സമാധാനത്തോടെ എല്ലാ കാര്യങ്ങളും എന്നോട് പറയാൻ പറയുമ്പോൾ അവനാണെങ്കിലും നല്ല ഇതിൽ പേടിച്ചിട്ട് വെളിയിലേക്ക് ഇറങ്ങി ഓടാൻ ശ്രമിക്കും. അതേസമയം ഇവർ രണ്ടുപേരും വെളിയിലേക്ക് വരാത്തത് കൊണ്ട് ഹീറോയും പറയും, ലീ നിന്റെ കയ്യിൽ തോക്കുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഉണ്ടെന്ന് പറയുന്നതും അവളുടെ കയ്യിൽ നിന്നും തോക്കും വാങ്ങിയിട്ട് നമ്മുടെ ഹീറോയെ നേരെ അകത്തേക്ക് കയറി ചെല്ലുന്നതും ഇവൻ വെളിയിലേക്ക് വരുമ്പോൾ ഹീറോയും പറയും, ഏയ് പോലീസാണ് അവിടെ നിൽക്കാൻ പറയുന്നതും ഇവൻ പേടിച്ച് മറ്റൊരു വഴി ഓടും. അതേസമയം നമ്മുടെ ഹീറോ അതിലേ ഓടാൻ വരുമ്പോൾ ഹീറോയിൻ വന്നിട്ട് അവനെ ഇടിച്ച് രണ്ടുപേരും താഴെ വന്ന് വീണിട്ട് ഇപ്പോൾ രണ്ടുപേരും അവനെ പിടിക്കാനായിട്ട് ഇങ്ങനെ പുറകെ പോവാണ്. അപ്പോഴേക്കും നമ്മുടെ ലീ പുറകെ വരുന്നതും ഹീറോയിൻ ലീയോട് പറയും, ലീ അവൻ അപ്പുറത്തെ വശത്തേക്ക് പോയി പിടിക്കാൻ പറയുമ്പോൾ ലീ ആണെങ്കിലും മറുവശത്തൂടെ അവൻ വെളിയിലേക്ക് വരുന്നതും ഓടി അവൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ ഹീറോ റൂമിൽ നിന്ന് ഓടി വന്നിട്ട് ലീയെ ഒരു ഒറ്റയിടി ലീ തെറിച്ച് അടുത്തുള്ളൊരു ചെറിയ ടാങ്കിലേക്ക് വന്ന് വീഴും. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ആണെങ്കിലോ ലീയെ വലിച്ച് മുകളിലേക്ക് കയറ്റിയിട്ട് ഇവരെല്ലാവരും ഇപ്പോൾ അവൻ്റെ പുറകെ ഇങ്ങനെ ഓടുകയാണ്. അവനാണെങ്കിൽ ഒരു വയൽ വഴിയെ ഇങ്ങനെ ഓടുന്നുണ്ട്. ഹീറോ അവൻ്റെ പുറകെ തന്നെ നിൽക്കുന്നെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഇവരിങ്ങനെ ഓടി ഓടി പോയിട്ട് നമ്മുടെ ഹീറോയിനും ലീയും പുറകിലായി പോവും. പക്ഷേ ഹീറോ അവനെ വിടോ ഒരിക്കലുമില്ല, അവൻ്റെ പുറകെ തന്നെ പോയി ഒരു കാടിനകത്ത് വെച്ചിട്ട് അവനെ അങ്ങ് പിടിക്കുകയും ചെയ്യും. അപ്പോൾ മാൻഗോക്ക് എന്ന് പറഞ്ഞിട്ട് അവൻ്റെ കയ്യിൽ ഒരു കത്തിയുണ്ട്, അതെല്ലാം വെച്ചിട്ട് നമ്മുടെ ഹീറോയെ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ ഹീറോ അവനെ പിടിച്ചു വെച്ച്, മാൻഗോക്ക് നിന്നെ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പോകുന്നില്ല, നീ സത്യം പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ അവനാണെങ്കിലും നല്ല പേടിയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും താഴെ കിടക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയിൻ അവിടേക്ക് വന്നിട്ട് തോക്കെടുത്ത് ഷൂട്ട് ചെയ്യുന്നതും രണ്ടുപേരും പേടിച്ചിട്ട് അനങ്ങാതെ കിടക്കുന്നത്. മാൻഗോക്ക് എന്ന് പറഞ്ഞാൽ അവൻ വീണ്ടും ഇല്ല ഭ്രാന്തനെ പോലെ ഞാനത് ചെയ്തില്ല എന്നെല്ലാം പറഞ്ഞിട്ട് അവൻ ബഹളം വെച്ച് ഉരുണ്ട് മറിയുമ്പോഴത്തേക്ക് നമ്മുടെ ഹീറോയും വന്ന് അവനെ പിടിക്കുന്ന സമയത്ത് ലീ അവിടേക്ക് എന്നിട്ട് പറയുന്നുണ്ട്, ചീഫ് ഞാൻ ബാക്കപ്പ് ടീമിനെ വിളിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതും ഇവൻ നമ്മുടെ ഹീറോയിൻ്റെ മുകളിലൂടെ മറിഞ്ഞു വീണ് നമ്മുടെ ലീ, ഹീറോ, അതേപോലെ തന്നെ ഹീറോയിൻ എല്ലാവരും കൂടി വന്നിട്ട് അവനിങ്ങനെ പിടിക്കുകയാണ്. പിടിച്ച് നാലുപേരും താഴേക്കൊന്ന് വീഴുന്നതും മാൻഗോക്ക് എന്ന് പറഞ്ഞ അവൻ്റെ കയ്യിൽ ഇവരുടെ ആ ഒരു തോക്ക് കിട്ടി. അങ്ങനെ ആ തോക്കും കൊണ്ട് അവൻ മറ്റൊരിടത്തേക്ക് ചെന്ന് നിൽക്കുന്നതും ഇവരറിയും, ഹേ തോക്ക് താഴേക്ക്, ഇപ്പോൾ ഒരു കുഴപ്പമില്ല, നിന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല, ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി എന്നിങ്ങനെ പറയുന്നതും അവൻ കേൾക്കത്തില്ല. അവൻ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവനാണ് വാരിയെ കൊന്നത് എന്നുള്ള രീതിയിലാണ് ഈ പോലീസുകാർ ഇപ്പോൾ അവനെ പിടിക്കാൻ വന്നതെന്നാണ്. അതുകൊണ്ട് അവൻ തെറ്റൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞ് ആ തോക്കെടുത്ത് കഴുത്തിലേക്ക് വെക്കും. അപ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിലും പെട്ടെന്ന് അവളുടെ കാമുകൻ്റെ ഓർമ്മ വരികയാണ്.
അതുമല്ല എല്ലാവരും പറയുന്നുണ്ട് അവനോട് ഒന്നും ചെയ്യരുതെന്ന്. പക്ഷേ അവന് വേറെ നിവൃത്തിയില്ലാതെ പേടിച്ച അവസാനം അവന്റെ തലയിലേക്ക് ഷൂട്ട് ചെയ്ത് അവൻ അവിടെ വെച്ച് മരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇവർക്ക് ആകെയുള്ളൊരു പ്രതീക്ഷയായിരുന്നു. ഇപ്പൊ അവൻ പോയത് കൊണ്ട് ഇവർക്ക് വേറെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അതുമല്ല നമ്മുടെ ലീ ആണ് ആ ഒരു തോക്ക് കൊണ്ടുവന്നത്, അവിടെ നല്ലതുപോലെ പിടിക്കാത്തത് കൊണ്ടാണെന്നെല്ലാം പറഞ്ഞിട്ട് നമ്മുടെ ലീ ആണെങ്കിലും ഇത് എന്റെ തെറ്റാണെന്നെല്ലാം പറഞ്ഞ് അവളിങ്ങനെ കരയുന്നതും ഹീറോയും വന്ന് ലീയെ സമാധാനിപ്പിക്കുകയാണ്. അതുമല്ല നമ്മുടെ ചീഫ് ആണെങ്കിലും ഹീറോയിനെ വിളിച്ചിട്ട് അവളോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ ചോദിക്കും, അല്ല ഈ തോക്ക് ഉപയോഗിച്ചതിനാണോ ഞങ്ങളിപ്പോൾ വിളിച്ചിരുത്തിയിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ചീഫ് പറയും, ഏയ് അതൊന്നും ഞാൻ പ്രശ്നമാക്കുന്നില്ല. പക്ഷേ ആ ഒരു കുറ്റവാളിയെ നിങ്ങൾ കണ്ടുപിടിക്കാൻ പോകുന്ന അയാളെ സംരക്ഷിക്കാൻ കഴിയാത്തത് കൊണ്ട് മുകളിൽ നിന്നും എല്ലാവരും നിങ്ങളെ കുറ്റപ്പെടുത്തുകയാണ്. അതുമല്ല നീ എപ്പോഴെന്തിനാണ് ആ ഒരു പഴയ കാർ തന്നെ യൂസ് ചെയ്യുന്നത്, എന്റെ കാർ യൂസ് ചെയ്തൂടെ എന്നെല്ലാം ചോദിക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ സത്യം പറഞ്ഞാൽ ആ ഒരു കാര്യങ്ങളെല്ലാം മറന്നിട്ട് ഇപ്പൊ കേസിന് പുറകെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ അവള് പറയും, അപ്പൊ സാർ നിങ്ങൾ വിചാരിക്കുന്നത് എന്താണ്, ഞാൻ ഇപ്പോഴും ആ ഒരു അവസ്ഥയിൽ തന്നെയാണെന്നാണോ? ഒരിക്കലും അല്ല, ഈ ഒരു കേസ് ഞാൻ തന്നെ പൂർത്തിയാകും, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തുവേണമെങ്കിലും ചെയ്യാം എന്നും പറഞ്ഞിട്ട് നേരെ ഹീറോയുടെ അടുത്തേക്ക് ചെല്ലും. എന്നിട്ടാണ് അവനോട് പറയുന്നത്, നീ ആദ്യമേ തന്നെ അവൻ അറിയില്ല എന്ന് പറഞ്ഞു. ഒരുപക്ഷെ അറിയാന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും നടക്കില്ലായിരുന്നു. സത്യത്തിൽ ഞാൻ ഈ ഒരു കേസിൽ ഇത്രയും കൂടുതൽ ആത്മാർത്ഥത കാണിക്കാൻ കാരണം എന്താണെന്ന് അറിയോ? അന്നത്തെ ദിവസം വാരിയാണ് എന്നെ രക്ഷിച്ചത്. അന്ന് അങ്ങനെ ഒരു കാര്യം അവിടെ നടന്നില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ജീവനോടെ ഉണ്ടാവത്തില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് അവൾക്ക് എന്ത് സംഭവിച്ചെന്നുള്ള കാര്യം കണ്ടുപിടിച്ചേ പറ്റൂ. നിനക്ക് സത്യസന്ധമായിട്ട് എല്ലാ കാര്യങ്ങളും എന്നോട് പറയണമെന്നുണ്ടെങ്കിൽ, എന്നെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ ദേ ഈ നമ്പറിലേക്ക് വിളിക്കാൻ പറഞ്ഞ് അവളുടെ കാർഡും കൊടുത്തിട്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ ഹീറോയെ നേരെ വീട്ടിലേക്ക് ചെന്ന് അവിടെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് അവൾക്കൊരു ഫോൺ കോൾ വരുന്നു. എടുത്ത് നോക്കുമ്പോൾ അതാരാണെന്ന് വെച്ചാല് നമ്മുടെ ഹീറോ. എന്നിട്ട് അവളെ എവിടേക്കോ ഇങ്ങനെ വിളിക്കുകയും ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ ഹീറോയെ നേരെ ചെല്ലുമ്പോഴത്തേക്കും ഒരു വയൽ പോലെ ഒരു ഭാഗം, അതുമല്ല നല്ല മഴയുണ്ട്. ഹീറോയിൽ അവിടേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കും അവൻ ആ ഒരു വയലിൽ കുത്തിയിരുന്ന് എന്തോ ചെയ്യുന്നു. ഇനി മാക്രിയെ പിടിക്കാൻ വന്നാണോ? അതൊന്നും ആയിരിക്കത്തില്ല, വേറെ എന്തോ സീരിയസ് ആയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി ഹീറോയിൻ നേരെ അവന്റെ അടുത്തേക്ക് ചെല്ലുന്നതും അവനൊരു കുഴിയെടുത്ത് എന്തോ ഇങ്ങനെ പുറത്തേക്ക് വലിച്ചെടുക്കുന്നു. ഹീറോയിൻ വന്നിട്ട് ചോദിക്കും, ഏയ് ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ ഇല്ലല്ല ഞാൻ വലിച്ചെടുക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞിട്ട് എന്താണെന്ന് കാണിക്കുമ്പോൾ ആഹാ അത് മറ്റൊരു ശരീരമായിരുന്നു. അങ്ങനെ അവൻ പറയും, കുറച്ചുകൂടി കഴിഞ്ഞിരുന്നെങ്കിൽ ഇതിപ്പോ അഴുകിപ്പോയനെ എന്നും പറഞ്ഞിട്ട് അവൻ ആ ഒരു ശരീരം വലിച്ചു പുറത്തേക്ക് എടുക്കുന്നതും പിന്നീടാണ് നമ്മുടെ ഹീറോ എന്താണ് സംഭവിച്ചതെന്ന് പറയുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഇവരുടെ അറവുശാലയിൽ നിന്നും അവനൊരു കോൾ വന്നിരുന്നു. അപ്പോൾ ഡെലിവറി എല്ലാം കഴിഞ്ഞിട്ട് അവൻ അവിടേക്ക് ചെന്ന് നോക്കുമ്പോൾ ഈ ഒരു സ്ത്രീയുടെ ശരീരമാണ് എനിക്ക് കാണിച്ചു തന്നത്. കാരണം ഈ ഒരു അറവുശാലയിൽ ഒരുപാട് അതിഥി തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു സ്ത്രീയുടെ മരണം വേറെ ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഒരു കമ്പനിക്കും ഇവർക്കും എല്ലാവർക്കും അത് വലിയൊരു പ്രശ്നമാവും. അതുകൊണ്ട് മറ്റാരും അറിയാതെ ഈ ഒരു ശരീരം മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു അറവുശാലയുടെ ഉടമ, ഇവരുടെ എല്ലാം ബോസ് ആയിട്ടുള്ള ആൾ കാണുമല്ലോ മെയിനായിട്ട്, അയാൾ നമ്മുടെ ഹീറോയോട് ആവശ്യപ്പെട്ടത്. അപ്പോ അന്ന് അവിടെ മരിച്ച ആ ഒരു സ്ത്രീയുടെ പേരാണ് യതി അയോനി. അന്ന് സ്റ്റേഷനിൽ വെച്ചിട്ട് നിങ്ങൾ കുടിയേറ്റ തൊഴിലാളികളുടെ എല്ലാവരുടെ ഫോട്ടോ കാണിച്ചിട്ട് അറിയാവുന്ന ചോദിച്ചില്ലേ? എല്ലാവരും എനിക്കറിയാം, പക്ഷെ എനിക്കത് പറയാൻ കഴിയത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് വേറെ നിവർത്തിയില്ലാതെ ആ ഒരു ശരീരം ഇവിടെ കുഴിച്ചിടേണ്ടി വന്നു. അതുമല്ല ഇന്നലെ രാത്രി ഞാൻ മാങ്കോക്കിനോട് വാരിയെ പറ്റി ചോദിച്ചപ്പോൾ അവന് സംഭവിച്ചത് ഇതേപോലെ തന്നെയാണ്. കാരണം വാരിയുടെ ശരീരം കുഴിച്ചിടാനായിട്ട് അയാൾ മാൻകോക്കിനെയാണ് ഏൽപ്പിച്ചത്. അതുകൊണ്ട് അവൻ ഈ ഒരു കാര്യം ഒളിപ്പിക്കല്ലാതെ വേറെ നിവർത്തിയില്ല. പറഞ്ഞു കഴിഞ്ഞാല് അവന് പിടിക്കപ്പെടും. ബാക്കിയുള്ള എല്ലാവരുടെ അവസ്ഥ അതുപോലെ തന്നെയായിരിക്കും. പക്ഷെ മാൻകോക്കിന് വാരിയോട് സ്നേഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവളുടെ ശരീരം അവളുടെ വീട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അവൻ ആ ഒരു ശരീരം എല്ലാവരും കാണുന്ന രീതിയിൽ ഒരിടത്ത് കൊണ്ടുപോയി ഇട്ടത്. പക്ഷെ എല്ലാ ഇരകളും ഞാനുമായിട്ട് എന്തുകൊണ്ടാണ് ബന്ധപ്പെട്ടതെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല എന്ന് നമ്മുടെ ഹീറോ നടന്ന കാര്യങ്ങളെല്ലാം ഹീറോയിനോട് പറയുന്നതും ഹീറോയിൻ ഇപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കും. എന്താണെന്ന് വെച്ചാൽ കൊലയാളി പ്രധാനമായിട്ട് ലക്ഷ്യമിടുന്നത് അനധികൃതമായിട്ട് ഇവിടേക്ക് കുടിയേറിയ തൊഴിലാളി സ്ത്രീകളെയാണ് എന്നിങ്ങനെ മനസ്സിലാക്കുന്നതും ഇവിടെ നമ്മുടെ ചീഫിനെ കാണിക്കുമ്പോൾ ചീഫ് വന്നിട്ട് ബാക്കി എല്ലാവരോടും നിങ്ങളെ കൊണ്ട് ഒരിക്കലും കഴിഞ്ഞില്ല ഒരു കുടിയേറ്റ തൊഴിലാളിയെ പോലും കണ്ടുപിടിക്കാനായിട്ട് എന്നെല്ലാം പറഞ്ഞ് അവരെ വഴക്ക് പറയുന്നതും അതേസമയം മറ്റൊരിടത്ത് കാണിക്കുമ്പോൾ സായി ഉണ്ടല്ലോ അവിടെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അവളെ കാണിക്കുമ്പോഴത്തേക്ക് അവളിപ്പോൾ ഒരു ടാക്സിയിൽ കയറിയിട്ട് എങ്ങോട്ടോ ഇങ്ങനെ പോകുന്നു. അതേസമയം ഇവിടെ നമ്മുടെ ഹീറോയിൻ യതി അയോനി എന്ന് പറഞ്ഞിട്ട് ആ ഒരു സ്ത്രീയുടെ ശരീരം കൊണ്ടുവന്നിട്ട് ഇവർ രണ്ടുപേരും കൂടി ആ ഒരു ശരീരം ഇങ്ങനെ പരിശോധിക്കാണ്. ആദ്യം തന്നെ അവരുടെ കൈവിലം കഴിച്ചിട്ട് ഈ മോതിര വിരലുണ്ടല്ലോ അതിങ്ങനെ പരിശോധിക്കുമ്പോൾ വാരിയെ കൊന്നിട്ട് അവളുടെ മോതിര വിരൽ എങ്ങനെയാണോ കട്ട് ചെയ്തെടുത്തത് അതേപോലെ തന്നെ ഇവരുടെയും വിരൽ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹീറോയിൻ പറയും, ശരി ഞാൻ അവരുടെ ശരീരം പരിശോധിക്കാൻ പോകണമെന്ന് പറയുന്നതും ഹീറോയുടെ അടുത്തേക്ക് മാറി നിൽക്കുമ്പോൾ അവള് അവരുടെ ഹൃദയഭാഗം ഇങ്ങനെ തുറന്നു നോക്കുമ്പോഴത്തേക്കും അവരുടെയും ഹൃദയം അതേപോലെ തന്നെ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കഴുത്തിൽ ആ ഒരു മുറിവ് ഇതെല്ലാം കറക്റ്റ് ആയിട്ട് അതേപോലെ തന്നെ ഉണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോയിൻ നേരെ ലീക്ക് ഒരു മെസ്സേജ് അയച്ചു കൊടുക്കും, യതി അയോനി മരിച്ചു, അവളുടെ കോൾ റെക്കോർഡുകൾ പരിശോധിക്കാൻ വേണ്ടിയിട്ട്. അതേസമയം നമ്മുടെ ചീഫാണെങ്കിൽ ലീയോടും മറ്റ് ഓഫീസേഴ്സിനോടും എല്ലാവരും വെളിയിൽ പോയി എന്തൊക്കെ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുമോ അതെല്ലാം ചെയ്യാനായിട്ട് എല്ലാവരെയും പറഞ്ഞു വിടുന്നതും ലീക്കാണെങ്കിൽ ഇപ്പോൾ ഇത് പരിശോധിക്കാൻ പറ്റത്തില്ല, അതിന് മുന്നേ അവളെ വെളിയിലേക്ക് പറഞ്ഞു വിടാണ്. അപ്പോൾ അവളാണെങ്കിൽ മറ്റൊരാളോട് ഇങ്ങനെ വെളിയിലോട്ട് പോകുന്നതും പടിയിറങ്ങി താഴേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് അവൾ പറയുന്നത്, ഓ സോറി സാർ എനിക്ക് പീരിയഡ്സ് ആയെന്ന് തോന്നുന്നു, നല്ല വേദനയുണ്ട് എന്ന് പറയുമ്പോൾ അയാൾ പറയും, ഓക്കെ ശരി നീ പോയി റെസ്റ്റ് എടുക്കാൻ പറയുന്ന സമയത്ത് ലീ നേരെ മുകളിലേക്ക് വന്നിട്ട് ആ ഒരു റെക്കോർഡുകളെല്ലാം എടുത്ത് പരിശോധിച്ച് നമ്മുടെ ഹീറോയിനെ വിളിച്ചിട്ട് ഇതിയുടെ കോൾ റെക്കോർഡുകൾ ഞാൻ പരിശോധിച്ചിരുന്നു, ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് അവളുടെ ഫോണിൽ നിന്ന് കോളുകൾ പോകുന്നുണ്ട്, അല്ല യതി എപ്പോഴാണ് മരിച്ചത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ്
ഈ കോൾ റെക്കോർഡുകൾ വരുന്നതിന് മുന്നേ തന്നെ ഒരുപാട് ദിവസം മുന്നേ യതി മരിച്ചിരുന്നു. അങ്ങനെയാണെങ്കിൽ അവളുടെ ഫോൺ ഇപ്പോൾ മറ്റാരും യൂസ് ചെയ്യുന്നുണ്ട്. അതുമല്ലാതെ യതിയുടെ ജന്മനാള് ജനുവരി 31 തീയതിയാണ്. ആ ഒരു ദിവസമാണ് യതി മരിച്ചത്. അപ്പോഴാണ് നമ്മുടെ ലീ മറ്റു ചില കാര്യങ്ങൾ കൂടി പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ യതി എന്ന് പറഞ്ഞ ഒരു സ്ത്രീ ഉണ്ടല്ലോ, അവര് മരിച്ചത് 31 തീയതിയാണ്. അതുമല്ലാതെ അവരുടെ ജന്മദിനവും 31 തീയതിയാണ്. 31 തീയതി കഴിഞ്ഞിട്ട് ആ ഒരു കോള് വീണ്ടും ഒരാൾക്ക് പോയിട്ടുണ്ട്. അതാരാണെന്ന് വെച്ചാല് നമ്മുടെ സായിക്കാണ്. അതുമല്ല സായിയുടെ ജന്മനാളാണെങ്കിൽ ജനുവരി 6-നും. ഈ ജനുവരി 6 എന്ന് പറയുന്നത് നാളത്തെ ദിവസമാണ്. ഇന്ന് ജനുവരി 5. അങ്ങനെയാണെങ്കിൽ കൊലയാളി ഒരുപക്ഷെ ഈ സ്ത്രീകളെല്ലാം കൊല്ലാൻ ശ്രമിക്കുന്നത് അവരുടെ ജന്മദിനത്തിന്റെ അന്നായിരിക്കോ എന്ന് നമ്മുടെ ലീ ഇങ്ങനെ ചോദിക്കുന്നതും ഹീറോയിൻ പെട്ടെന്ന് അവളോട് മറുപടി ചോദിക്കാനായിട്ട് വരുമ്പോഴത്തേക്കും ലീ ഇരിക്കുന്ന ആ റൂമിലേക്ക് ആ ഒരു ചീഫ് വീണ്ടും കയറി വരുന്നത് ഇവൾക്കൊന്നും സംസാരിക്കാൻ കഴിയാതെ ഫോൺ കട്ട് ചെയ്യും. അപ്പോഴാണ് നമ്മുടെ ഹീറോയിൻ പറയുന്നത്, ഓക്കെ ശരി, അവൻ എന്തായാലും കുടിയേറ്റ തൊഴിലാളികളായിട്ടുള്ള സ്ത്രീകളെയാണ് കൂടുതൽ തിരഞ്ഞെടുക്കുന്നത്. കാരണം അവർക്ക് ബന്ധുക്കളോ സുഹൃത്തുക്കളോ അങ്ങനെ ആരും ഉണ്ടാവത്തില്ല. അതുമല്ല, അവരെല്ലാവരെയും കൊന്നതിന് ശേഷം അവരുടെ ശരീരം വീണ്ടും എന്തിനാണ് അവൻ തിരികെ തരുന്നത്, എന്തുകൊണ്ടായിരിക്കും എന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും, കാരണം അവരുടെ ശരീരം കുഴിച്ചിടുന്നത് ഞങ്ങളായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ആ ഒരു കാര്യം ഞങ്ങളാരും പോലീസിനോട് പറയത്തുമില്ല. അതാണ് അവന് വേണ്ടത്. അപ്പോൾ ഹീറോയിൻ പറയും, പക്ഷെ മാൻകോക്ക് ഒരിക്കലും അങ്ങനെ ചെയ്തില്ല. എന്നിരുന്നാലും അവന്റെ ലക്ഷ്യം എന്തായിരിക്കും? അവന്റെ ഇരകളുടെ അടുത്ത സുഹൃത്തുക്കളെ പോലും അവന് നല്ല രീതിയിൽ അറിയാം. അപ്പോഴാണ് ഹീറോയിൻ വീണ്ടും ലീ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഒന്നുകൂടി ഇന്ന് ആലോചിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ആദ്യം വാരി എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണ് മരിച്ചു. അത് കഴിഞ്ഞിട്ട് അവളുടെ ഫോണിൽ നിന്നും ഒരു കോള് യതി അയോനി എന്ന് പറഞ്ഞ ആ ഒരു സ്ത്രീക്ക് പോയി. അതുമല്ല, വാരി മരിച്ചതോ അവളുടെ ജന്മദിനത്തിന്റെ അന്ന്. അത് കഴിഞ്ഞിട്ട് യതി അയോനിക്ക് കോള് പോയതിനു ശേഷം യതി അയോനി മരിച്ചു അവരുടെ ജന്മദിനത്തിന്റെ അന്ന്. അത് കഴിഞ്ഞിപ്പോ യതി അയോനി എന്ന് പറഞ്ഞ ആ ഒരു സ്ത്രീയുടെ ഫോണിൽ നിന്ന് അവസാനമായിട്ട് കോള് പോയിരിക്കുന്നത് നമ്മുടെ സായിക്കാണ്. അതുമല്ല, അവളുടെ ജന്മദിനമാണെങ്കിൽ നാളെയും. അങ്ങനെയാണെങ്കിൽ അവൻ സ്ത്രീകളെ തിരഞ്ഞെടുത്ത് അവരുടെ ജന്മദിനത്തിന്റെ അന്നായിരിക്കും എല്ലാവരെയും കൊല്ലുന്നത് എന്നുള്ള കാര്യം നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ മനസ്സിലാക്കും. എന്നിട്ട് ഹീറോയോട് പറയും, ശരി സായിയെ വിളിക്കാൻ പറയുമ്പോൾ അവൻ വിളിച്ച് നോക്കുമ്പോഴത്തേക്ക് അവള് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും ആ ഒരു ടാക്സി ഡ്രൈവർ ആയിട്ടുള്ള നമ്മുടെ ഹീറോയുടെ സുഹൃത്തുണ്ടല്ലോ, അവന്റെ കാര്യത്തെ പറ്റി ഇങ്ങനെ പറയാണ്. ഒരുപക്ഷെ അവനായിരിക്കോ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്, കാരണം അവനും ഇതേപോലെ കുടിയേറി വരുന്ന തൊഴിലാളികളെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാം. നിന്നോടൊപ്പം നടക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും, ശരി അങ്ങനെയാണെങ്കിൽ അവൻ എന്തിനാ അവന്റെ വീടിന്റെ താക്കോലും കാറിന്റെ കീയല്ലേ എനിക്ക് തന്നിട്ട് പോകുന്നത്, ഒരിക്കലും അവനായിരിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ അവളെയും കൊണ്ട് മറ്റൊരാളുടെ വീട്ടിലേക്ക് ഇങ്ങനെ ചെല്ലുകയാണ്. അതിനകത്തേക്ക് ചെന്നിട്ട് അയാൾ അവിടെ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ അവിടെ ഒരു ജോലിക്കാരിയുണ്ട്. അതേപോലെ തന്നെ അയാളുടെ അമ്മയും ഇരിപ്പുണ്ട്. അപ്പോൾ ആ ഒരു ജോലിക്കാരി പറയും, അയാൾ ഇവിടെ ഇല്ല, വേറെ എന്തൊരു ജോലിയായിട്ട് വെളിയിലേക്ക് പോയിരിക്കുകയാണ് എന്നിങ്ങനെ പറയുന്നതും നമ്മുടെ ഹീറോയെ നോക്കുമ്പോഴത്തേക്കും അവിടെ സായിയുടെ ബാഗും തുണിയെല്ലാം ഇങ്ങനെ ഇരിപ്പുണ്ട്. പക്ഷെ അവൾക്കാണെങ്കിൽ അത് അറിയത്തില്ലല്ലോ. ഹീറോ ആണെങ്കിൽ അത് കാണുകയും ചെയ്യുന്നില്ല. അതേസമയം സായിയെ കാണിക്കുമ്പോൾ അവളെ ഇപ്പോൾ ഏതൊരു പഴയ റൂമിനകത്ത് ഒരു വീൽ ചെയറിൽ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നു. അവളാണെങ്കിൽ താഴേക്ക് വന്ന് വീണിട്ട് രക്ഷപ്പെടാൻ വേണ്ടി ഇങ്ങനെ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം പെട്ടെന്ന് വിളിയുന്നതും ഇവരുടെ അടുത്തേക്ക് ഒരു വെളിച്ചം വരുന്നതും ആരാണെന്ന് നോക്കുമ്പോൾ അത് നമ്മുടെ ലീ ആയിരുന്നു. അവളിപ്പോൾ ഇവരെ കാണാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ അവസാനമായിട്ട് സായി കയറിപ്പോയ ആ ഒരു വീഡിയോ ഫുട്ടേജ് ഇവർക്ക് കിട്ടിയിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് അവളിങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയുടെ സുഹൃത്തുണ്ടല്ലോ ആ ഒരു ടാക്സി ഡ്രൈവർ, അവന്റെ ആ ഒരു ടാക്സിയിൽ കയറിയിട്ടാണ് സായി അവസാനമായിട്ട് അവിടെ നിന്ന് പോയിട്ടുള്ളത്. പിന്നീട് അവളെ എവിടെയും കണ്ടിട്ടുമില്ല. അങ്ങനെ ഇവരെല്ലാവരും ആ ടാക്സി ഡ്രൈവർ ഇവന്റെ സുഹൃത്ത് തന്നെയായിരിക്കും എല്ലാത്തിനും കാരണം എന്ന് പറഞ്ഞിട്ട് രാത്രി ഒരു മാർക്കറ്റിനുള്ളിൽ വെച്ചിട്ട് അവനെ പിടിച്ച്, ഇപ്പൊ നീ സത്യം പറഞ്ഞേ പറ്റൂ, സായിക്ക് എന്താ സംഭവിച്ചത്, നീ അല്ലേ അവളെ കൊണ്ടുപോയെന്നല്ല ചോദിക്കുമ്പോഴത്തേക്ക് അവൻ പറയും, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല, എനിക്കൊരു അസുഖമുള്ളതാണ്, പ്ലീസ് എനിക്ക് മരുന്നെല്ലാം കഴിക്കണമെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ അങ്ങനെ ആലോചിക്കും. എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് കാറുകൾ തമ്മിലൊരു വ്യത്യാസമുണ്ട്. കാരണം അന്നത്തെ ദിവസം നമ്മുടെ സായിയെ ഹീറോ വീട്ടിൽ നിന്നും വെളിയിലേക്ക് പറഞ്ഞു വിടുന്ന സമയത്ത് അവൾ ആ ഒരു കമ്പി കൊണ്ട് കാറിന്റെ ഡോർ വശത്ത് അടിച്ചിരുന്നു. അപ്പോൾ അത് അവിടെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി അവളോട് ആ ഒരു കാറിനടുത്തേക്ക് ചെല്ലുമ്പോൾ ആ ഒരു പാട് അവിടെ തന്നെ ഇപ്പോഴും ഉണ്ട്. പക്ഷെ എന്താണ് ടെസ്റ്റ് എന്ന് വെച്ചാൽ ഇവർ ആ ഒരു വീഡിയോ ഫുട്ടേജ് ഉണ്ടല്ലോ അതിലൂടെ കണ്ട ആ ഒരു കാറിൽ ഈ ഒരു പാട് ഡോറിനടുത്ത് ഇല്ല. അങ്ങനെയാണെങ്കിൽ ഒരേ നമ്പർ പ്ലേറ്റിൽ രണ്ട് കാറുകളുണ്ട് എന്നിവർ മനസ്സിലാക്കും. എന്നിട്ട് ആ ഒരു കാര്യം ടാക്സി ഡ്രൈവറിനോട് പറഞ്ഞിട്ട് ആ ഒരു കാർ കാണിച്ചിട്ടാണ് പറയുന്നത്, നിന്റെ നമ്പർ പ്ലേറ്റ് നീ ആർക്കെങ്കിലും കൈമാറുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, നിങ്ങളുടെ ഭാര്യ ആർക്കെങ്കിലും കൈമാറോ? ഇല്ലല്ലോ, അതുപോലെ തന്നെയാണ് എനിക്ക് എൻ്റെ കാറും, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. എന്നിട്ടാണ് ടാക്സി ഡ്രൈവർ പറയുന്നത്, ഞാൻ ഒരു കാര്യം മറന്നു, അപ്പൊ എന്റെ കാറിന്റെ നമ്പർ വേറെ ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ? അല്ല, നീ ഒരിക്കലും എന്റെ കാർ എടുത്തോണ്ട് പോയെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു പെറ്റി ഇട്ടിരുന്നില്ലേ, അപ്പോൾ ശരിക്കും നീ എന്റെ കാർ എടുത്തില്ലായിരുന്നല്ലേ? അപ്പോൾ ഹീറോയിൻ ചോദിക്കും, അല്ലാതെ പോലീസ് റിപ്പോർട്ട് ചെയ്തില്ലെന്ന് ചോദിക്കുമ്പോൾ ഇല്ല, കത്തയച്ചതേ ഉള്ളൂ, വേറെ ഒന്നും സംഭവിച്ചില്ല എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ഇവർ ആ ഒരു നമ്പർ പ്ലേറ്റ് വെച്ചിട്ട് അന്ന് എന്താണ് സംഭവിച്ചതെന്ന് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇവന്റെ നമ്പർ പ്ലേറ്റ് വെച്ചിട്ടുള്ള അതേ ഒരു ടാക്സി ഈ റോഡിന്റെ യെല്ലോ ലൈൻ കഴിഞ്ഞിട്ട് ഇപ്പുറത്തേക്ക് വന്നതുകൊണ്ടാണ് അവർക്ക് പെറ്റി കിട്ടിയത്. അതുമല്ല, അവിടെ നിന്ന് ആ ഒരു കാറ് എങ്ങോട്ടാണ് പോയെന്നുള്ള കാര്യവും ഈ പുറകെ വന്ന പോലീസിന്റെ ക്യാമറയിൽ പതിഞ്ഞിട്ട് ഇവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ലൊക്കേഷൻ ഇവർ കണ്ടുപിടിച്ചിട്ട് ആ ഒരു കാർ അന്വേഷിക്കാൻ വേണ്ടി ഇവർ മൂന്നുപേർ അവിടേക്ക് ചെല്ലും. അങ്ങനെ അവിടേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്ക് ഒരുപാട് പഴയ കാറുകൾ അവിടെ കിടപ്പുണ്ട്. അപ്പോൾ അതിനിടയിൽ എവിടെയോ ഈ ഒരു ടാക്സി കിടപ്പുണ്ട്. അങ്ങനെ ഇവർ ഒരുപാട് നേരം അന്വേഷിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു നമ്പർ പ്ലേറ്റുള്ള TTY 0813 എന്ന് പറഞ്ഞ ആ ഒരു ടാക്സി ഇവർ കാണുന്നതും
നമ്മുടെ ഹീറോ വെളിയിൽ വന്നിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ നോക്കാണ് ആരുടെയെങ്കിലും ID കാർഡോ ലൈസൻസോ അങ്ങനെ എന്തെങ്കിലും കിടപ്പുണ്ടെന്ന്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നില്ല. അപ്പോഴേക്കും നമ്മുടെ ഹീറോയിനും ലീയും ടോർച്ചും കൊണ്ട് അവിടേക്ക് വന്നിട്ട് ഇവരിങ്ങനെ നോക്കുന്ന അതേ സമയത്ത് ഇവിടെ നമ്മുടെ സായിയുടെ അടുത്തേക്ക് ആ ഒരാൾ യഥാർത്ഥ കൊലയാളി അവളുടെ അടുത്തേക്ക് വന്നിട്ട് അവളെ വീൽ ചെയറിൽ തള്ളി ഒരിടത്തേക്ക് കൊണ്ടിരുത്തി അവളെ മയക്കാനായിട്ടുള്ള കാര്യങ്ങളും സൂചിയും ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കൊലയാളി ആരാണെന്ന് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കമന്റ് ചെയ്യാം. ഇതാണ് ലാസ്റ്റ് അവസരം. അങ്ങനെ ഇവര് ടോർച്ച് അടിച്ച് നോക്കുമ്പോഴത്തേക്കും അതിലൊരാളെ ഇങ്ങനെ കാണുന്നു. അപ്പോൾ നമ്മുടെ ലീ ചോദിക്കും, അല്ല നിനക്ക് ഇവനെ അറിയോ എന്നിങ്ങനെ ചോദിക്കുന്നതും അത് ആരാണെന്ന് കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോ എല്ലാവരെയും കൊണ്ടുവന്നിട്ട് അവർക്കൊരു ഫേക്ക് ID നിർമ്മിക്കാൻ വേണ്ടി അവരുടെ ഫോട്ടോ എടുക്കാനായിട്ട് ഒരു സ്റ്റുഡിയോയിലേക്ക് ചെല്ലുമല്ലോ. അവിടെയുള്ള ഒരു ഫോട്ടോഗ്രാഫർ സത്യം പറഞ്ഞാൽ ആ ഒരു വടുവനാണ് ഈ ഒരു കൊലയാളി. അപ്പോൾ അതുകൊണ്ടാണ് ഇവന് ഇവിടെ വരുന്ന എല്ലാ സ്ത്രീകളുടെയും ഡീറ്റെയിൽസും അതേപോലെ തന്നെ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ട് അവരുടെ ജന്മനാൾ എന്നാണെന്നും അവന് കറക്റ്റായിട്ട് അറിയാൻ കഴിയുന്നത്. അങ്ങനെ അവനെ കാണിക്കുമ്പോൾ അവനിപ്പോൾ സായിയുടെ മുന്നിലേക്ക് വന്ന് ഒരു കേക്ക് എടുത്തിട്ട് അവളുടെ ജന്മദിനം ആഘോഷിക്കാൻ വേണ്ടി ആ ഒരു മെഴുകുതിരി ഊതി അണയ്ക്കാൻ പറയും. അപ്പോൾ അവളാണെങ്കിലും കരഞ്ഞുകൊണ്ട് അവനോട് പറയുന്നുണ്ട്, പ്ലീസ് എന്നെ ഒന്നും ചെയ്യരുത്, നിങ്ങൾ പറയുന്നത് എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം, എന്നെ വെറുതെ വിട്ടാൽ മാത്രം മതി എന്ന് പറയുമ്പോൾ അവൻ പറയും, ഓ അങ്ങനെയാണല്ലേ, എല്ലാവരും എന്നോട് ഇത് തന്നെയാണ് പറയുന്നത്, പക്ഷേ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യണ്ടേ, ഒന്നും ചെയ്യത്തില്ല എന്നിങ്ങനെ പറയുന്നതും ഈ ഒരു പ്രാർത്ഥന എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സൈക്കോ ആയി മാറാൻ കാരണം എന്ന് വെച്ചാൽ ഇവന്റെ ഭാര്യ അവളുടെ ജന്മദിനത്തിന്റെ അന്ന് കേക്കെല്ലാം മുറിച്ചതിന് ശേഷം അടുത്ത ദിവസം കാണിക്കുമ്പോൾ അവനെയും അവന്റെ വയ്യാത്ത അമ്മയെ ഉപേക്ഷിച്ച് അവള് മറ്റൊരാളോടൊപ്പം പോവുകയും ചെയ്തു. അന്നത്തെ ആ ഒരു സംഭവമാണ് ഇവൻ ഈ ഒരു രീതിയിൽ ഒരു സൈക്കോ ആക്കി മാറ്റിയത്. അതുമല്ല, ആ ഒരു സ്ത്രീ ആണെങ്കിലും മറ്റൊരു സ്ഥലത്ത് നിന്നും ഇവിടേക്ക് കുടിയേറി വന്നൊരു തൊഴിലാളിയും കൂടിയായിരുന്നു. അതുകൊണ്ടും കൂടിയാണ് അവൻ അങ്ങനെയുള്ളവരെ മാത്രം മറ്റു സ്ഥലങ്ങളിൽ നിന്നും കുടിയേറി ജോലിക്ക് വന്ന സ്ത്രീകളെ മാത്രം തിരഞ്ഞെടുത്ത് അവരുടെ ആ ഒരു ജന്മദിനത്തിന്റെ അന്ന് അവരെ കൊല്ലുന്നതും അതേപോലെ തന്നെ അവൻ സ്നേഹിച്ചിരുന്ന ആ ഒരു പെണ്ണിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു മോതിരെല്ലാം വെച്ചിരുന്നു. അതുൾപ്പെടെയാണ് ആ ഒരു സ്ത്രീ പോയപ്പോൾ കൊണ്ടുപോയത്. ആ ഒരു ദേഷ്യത്തിലാണ് അവരുടെ വിരലും കട്ട് ചെയ്തെടുത്ത് അതേപോലെ തന്നെ അവരുടെ ഹൃദയവും അവൻ മുറിച്ചു മാറ്റുന്നതും. അതേസമയം ഇവിടെ കാണിക്കുമ്പോൾ നമ്മുടെ ലീ ഇപ്പോൾ ആ ഒരു കാർ പാർക്കിംഗ് സ്ഥലത്ത് നിന്ന് വെളിയിലേക്ക് ഇറങ്ങി വന്നിട്ട് ഫോണിൽ അവളുടെ ചീഫിനോട് ഇങ്ങനെ വിളിച്ചു പറയാണ്, ചീഫ് ഞങ്ങൾ കൊലയാളിയെ കണ്ടുപിടിച്ചു, ഇനി എന്തായാലും അവന്റെ അഡ്രസ്സ് കണ്ടുപിടിച്ച് വീട്ടിലേക്ക് ചെന്ന് അവനെ അറസ്റ്റ് ചെയ്യേണ്ട എത്ര മാത്രമേ ഉള്ളൂ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ആ ഒരു സൈക്കോ ഉണ്ടല്ലോ കൊലയാളി, അവനിപ്പോൾ കാർ ഓടിച്ചിട്ട് ഇതിനകത്തേക്ക് ഇങ്ങനെ പോകുന്നു. പക്ഷെ അവളത് ശ്രദ്ധിക്കുന്നില്ല. അതേസമയം നമ്മുടെ ഹീറോയും അവിടെ ഇരിക്കുന്ന സമയത്ത് ഹീറോ പറയും, നമ്മളിപ്പോൾ അവനെ കണ്ടുപിടിച്ചു, പക്ഷേ സായിയെ കണ്ടുപിടിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തെളിവുകളൊന്നുമില്ല, പിന്നീട് തെളിവിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരും എന്നെല്ലാം പറഞ്ഞിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവരുടെ മുന്നിലേക്ക് ആ ഒരു സൈക്കോ കാർ കൊണ്ട് നിർത്തുന്നതും നമ്മുടെ ഹീറോ അവനെ കാണുന്നതും ഹേയ് അത് അവനാണെന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരും അവനെ പിടിക്കാണ്ടി പോകുന്നു. അപ്പോഴേക്കും അവൻ പെട്ടെന്ന് കാർ റിവേഴ്സ് എടുത്ത് അവൻ അവിടെ നിന്ന് കാർ എടുത്തിട്ട് പോകുന്നത് മറ്റൊരു കാറിലേക്ക് കൊണ്ടുവന്നെങ്കിരിക്കും. എന്നിട്ട് അവൻ കാറിൽ നിന്ന് ഒരു കത്തിയെടുത്ത് വെളിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ ഹീറോ വന്ന് അവനെ പിടിക്കുന്നുണ്ട്. പക്ഷേ അവൻ ഹീറോയെ തള്ളിക്കളഞ്ഞ് വെളിയിലേക്ക് ഇങ്ങനെ ഓടാണ്. അപ്പോഴാണ് ഇവരെ നോക്കുമ്പോൾ ലീ വെളിയിൽ നിൽക്കുന്നു. അപ്പോൾ അവർ പറയും, ലീ ആ ഡോർ താക്കെന്ന് പറയുന്നതും അവിടെ ഒരു ഡോറുണ്ട്, അത് അടയ്ക്കാനായിട്ട് ലീ ഇങ്ങനെ വരുന്നതും ഇവനാണെങ്കിൽ കത്തിയും കൊണ്ട് ഓടി വന്ന് ലീയുടെ മുകളിലേക്ക് ചാടി അങ്ങ് വീഴും. അപ്പോഴേക്കും തന്നെ ഇവർ രണ്ടുപേരും വന്ന് അവനെ വലിച്ചു മാറ്റി അവനെ അറസ്റ്റ് ചെയ്യുന്നതും. ഇവിടെയാണ് മറ്റൊരു കാര്യം, നമ്മുടെ ലീയുടെ നെഞ്ചിലേക്ക് അവൻ ആ ഒരു കത്തി കുത്തിയിരുന്നു. ലീ ആണെങ്കിൽ ഇപ്പോൾ ബോധമില്ലാതെ താഴെ കിടക്കാണ്. അങ്ങനെ ലീയെ എങ്ങനെയെങ്കിലും എടുത്ത് കാറിലേക്ക് ഇട്ട് അവനെ പിടിച്ച് കാറിനകത്ത് വിലങ്ങ് വെച്ചിട്ട് ഇവര് നേരെ ലീയെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോകും. അങ്ങനെ അവളെ എങ്ങനെയെങ്കിലും ആശുപത്രിയിലേക്ക് ആക്കി ആ സായിക്കോട്ട് ചോദിക്കും, സായി എവിടെ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, ഏയ് എനിക്കറിയത്തില്ല എന്ന് പറയും. അങ്ങനെ അവനെ കൊണ്ട് ഇവര് നേരെ അവന്റെ ആ ഒരു സ്റ്റുഡിയോയിലേക്ക് വന്നിട്ട് അതിനകത്തെല്ലാം ഇങ്ങനെ പരിശോധിക്കുമ്പോൾ ഇവൻ കൊന്ന എല്ലാവരുടെയും ഫോട്ടോസ് അവിടെ എല്ലാം എടുത്തു വെച്ചേക്കുന്നു. അതേപോലെ തന്നെ അവരുടെ ഹൃദയം, മോതിര വിരല് ഇതെല്ലാം അവൻ കട്ട് ചെയ്തിട്ട് സൂക്ഷിച്ചിങ്ങനെ വെച്ചേക്കാണ്. അതുമല്ല വാരിയുടെ വിരലും ഹൃദയവും അവൻ കാണുന്നതും ഹീറോയ്ക്ക് അത്രയും ദേഷ്യം വന്നിട്ട് അവൻ ഓടി വന്ന് സായിക്കൂടെ കഴുത്തിലേക്ക് പിടിച്ചിട്ട് അവനെ കൊല്ലാണ്ട് ശ്രമിക്കുകയാണ്. ഹീറോയിൻ ഒരുപാട് തവണ പറയുന്നുണ്ട് അവനെ വെറുതെ വിടാൻ പറയുമ്പോഴത്തേക്ക് അവൻ കേൾക്കുന്നില്ല. അപ്പോഴേക്കും ഹീറോയിൻ എന്താ ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ ഹീറോയുടെ കാലിലേക്ക് ഷൂട്ട് ചെയ്ത് കൊടുക്കും. അവൻ താഴെ വീഴുമ്പോഴത്തേക്കാണ് അവനോട് പറയുന്നത്, നീ ഇപ്പൊ ഇവനെ കൊന്നു കഴിഞ്ഞാൽ സായി എവിടെയാണെന്ന് നമുക്ക് ഒരിക്കലും കണ്ടുപിടിക്കാൻ കഴിയത്തില്ല, അവളെ രക്ഷിക്കാൻ കഴിയത്തില്ല എന്നും പറഞ്ഞ് ആ ഒരു സൈക്കോയെ മാത്രം വിളിച്ചുകൊണ്ട് നമ്മുടെ ഹീറോയിൻ അവനെയും കൊണ്ട് സായിയുള്ള അടുത്തേക്ക് ഇങ്ങനെ പോവാണ്. അതുമല്ല, കാർ ഓടിച്ച് പോകുന്ന സമയത്തിന് നമ്മുടെ ഹീറോയിന് മനസ്സിലായി അവിടെയുള്ള ഫോട്ടോസ് എല്ലാം കണ്ടിട്ട് അവന്റെ ഭാര്യ ഉപേക്ഷിച്ചതുകൊണ്ടാണ് അവൻ ഇങ്ങനെ ഒരാളായി മാറിയതെന്ന്. അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അവസാനം വലിയൊരു ഗോഡൌൺ പോലെ സ്ഥലം അവിടേക്ക് ഇങ്ങനെ അവനെ കൊണ്ടുവന്ന് കാറിൽ നിന്ന് വിലം കഴിച്ച് വെളിയിലേക്ക് ഇറങ്ങി വീണ്ടും വില കിട്ടിട്ട് അവനോട് മുന്നിൽ നടക്കാൻ പറയും. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ അവന്റെ പുറകെ പോവാണ്. അങ്ങനെ അവൻ നടന്ന് അവസാനം ഒരു റൂമിനടുത്തേക്ക് ചെല്ലുന്നതും അതിനകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് ഒരു നമ്പർ ലോക്ക് ഉണ്ട്. അപ്പോൾ അതഴിക്കാൻ പറയുമ്പോൾ അവൻ പറയും, ഓ സോറി ഞാൻ മറന്നുപോയത് പറയുന്നതും ഹീറോയിൻ പെട്ടെന്ന് മറ്റൊരിടത്തേക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ അവൻ പേടിച്ചിട്ട് ഓക്കെ എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ തുറക്കാമെന്ന് പറഞ്ഞിട്ട് അവനതിങ്ങനെ തുറക്കും. അപ്പോൾ ഹീറോയിൻ ആണെങ്കിൽ പുറകിൽ തോക്ക് പിടിച്ചതിന് നിൽക്കാണ്. ഇവൻ പെട്ടെന്ന് ആ നമ്പർ ലോക്ക് വെച്ച് തുറന്നിട്ട് പെട്ടെന്നകത്തേക്ക് കയറി ഡോർ അടയ്ക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോയിൻ ഡോറിൽ പിടിക്കാൻ വരുന്നതും അവൻ ഡോർ പിടിച്ചങ്ങ് അടയ്ക്കും. ഹീറോയിൻ്റെ കൈ ആണെങ്കിൽ അതിനിടയ്ക്ക് വന്നിട്ട് ചതഞ്ഞിങ്ങനെ ഇരിക്കും.
ഹീറോയിൻ പുറത്തേക്ക് വലിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല. അപ്പോഴേക്കും ഹീറോയിൻ പെട്ടെന്ന് തന്റെ കയ്യിലുള്ള ഒരു തോക്കെടുത്തിട്ട് ആ ഡോറിന്റെ ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ വെടിവെക്കുന്നതും അവൻ പെട്ടെന്ന് പേടിച്ച് ഡോറിൽ നിന്ന് കൈ എടുക്കുമ്പോൾ ഹീറോയിന് ഡോർ തന്നിട്ട് നേരെ അകത്തേക്ക് കയറും. എന്നിട്ട് അകത്തേക്ക് കയറി നോക്കുമ്പോൾ ആ ഒരു സൈക്കോയെ ഇപ്പൊ കാണാനില്ല. അതുമല്ല, അതിനകത്ത് അവൻ എന്തോ ഇട്ട് കത്തിച്ചിരുന്നു. അതിന്റെ പുകയെല്ലാം ആ റൂമിനകത്ത് നിറഞ്ഞു നിൽക്കാണ്. കാരണം ഈ ഒരു റൂമിന് ആ ഒരു ഒറ്റ ഡോറേ ഉള്ളൂ. അതുകൊണ്ട് ഈ പുകയൊന്നും അധികമായിട്ട് വെളിയിലേക്ക് പോകുന്നില്ല. അങ്ങനെ അവളെ കുറിച്ച് ഉള്ളിലേക്ക് വരുമ്പോഴത്തേക്കാണ് ആ ഒരു സൈക്കോ ഇപ്പോ സായിയുടെ അടുത്തേക്ക് വന്നിട്ട് അവളുടെ കഴുത്തിലേക്ക് ഒരു കത്തിയും വെച്ച് ഇങ്ങനെ നിൽക്കുന്നു. എന്നിട്ട് പറയും, നീ അടുത്തേക്ക് വന്നു കഴിഞ്ഞാല് ഞാൻ ഇത് അകത്തേക്ക് ഇറക്കും. അതുകൊണ്ട് ആ തോക്ക് താഴേക്ക് വെച്ചിട്ട് അത് തട്ടിക്കളയാൻ പറയും. ഹീറോയിന് വേറെ നിവർത്തിയില്ലാതെ തോക്ക് താഴേക്ക് വെച്ച് ആ തോക്ക് ഇങ്ങനെ തട്ടി മാറ്റുന്നതും അവൻ പെട്ടെന്ന് സായിനെ തള്ളി അവളുടെ അടുത്തേക്ക് ഇട്ടിട്ട് ഓടി ആ ഒരു ഡോർ ഉണ്ടല്ലോ അത് അടച്ചിട്ട് അത് ലോക്ക് ചെയ്യാനായിട്ട് ഇങ്ങനെ വരികയാണ്. പക്ഷെ അതിന് മുന്നേ തന്നെ നമ്മുടെ ഹീറോയിൻ അവനെ വന്ന് പിടിച്ച് താഴേക്കിട്ട് രണ്ടുപേരും കൂടി ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് അവനാണെങ്കിൽ ഒരു കവർ വെച്ച് ഹീറോയിന്റെ മുഖത്തേക്ക് ഇങ്ങനെ മൂടി കൊടുക്കും. അപ്പോഴേക്കും ഹീറോയിൻ ആണെങ്കിൽ ശ്വാസം മുട്ടിയിട്ട് വയ്യ, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവള് പതിയെ കൈയെല്ലാം വെച്ചിട്ട് അവന്റെ മുഖത്തേക്ക് പിടിച്ച് കണ്ണിലൊരു ഒറ്റ ഞെക്ക് വേദന കൊണ്ട് അവൻ പുറകിലേക്ക് പോകുന്നതും ഹീറോയിൻ അങ്ങനെ ശ്വാസം വിട്ട് കിടക്കുമ്പോൾ അവൻ വീണ്ടും വന്നിട്ട് ആ ഒരു വിലങ്ങ് വെച്ച് അവളുടെ കഴുത്തിലേക്ക് ഇട്ടിട്ട് കഴുത്ത് ഞെരിച്ച് അവളെ കൊല്ലാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ പിടിച്ച് വലിച്ച് അവസാനം ഹീറോയിൻ മരിക്കും എന്നുള്ളൊരു അവസ്ഥയാവുന്നതും പെട്ടെന്ന് തോക്ക് ഫയർ ആവുന്ന ശബ്ദം എന്താണെന്ന് കാണിക്കുമ്പോൾ ഹീറോയിന്റെ കയ്യിൽ ആ ഒരു തോക്ക് കിട്ടിയിരുന്നു. അത് വെച്ചിട്ട് അവന്റെ നെഞ്ചിലേക്ക് തന്നെ ഷൂട്ട് ചെയ്ത് ഇറക്കി കൊടുക്കും. പക്ഷെ ഇവിടെയാണ് മറ്റൊരു കാര്യം എന്താണെന്നല്ലേ, ആ ഒരു സൈക്കോ ഡോറിനടുത്തേക്ക് വന്നിട്ട് അത് നമ്പർ ലോക്ക് വെച്ചിട്ട് നേരത്തെ തന്നെ പൂട്ടിയിരുന്നു. അതുകൊണ്ട് ആ നമ്പർ ലോക്ക് അഴിക്കാതെ ഇപ്പൊ ഇവർക്ക് വെളിയിലേക്ക് ഇറങ്ങാൻ കഴിയത്തില്ല. അവൻ മരിക്കുന്നതിന് മുന്നേ ഹീറോയിൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട് ആ നമ്പർ ലോക്ക് അതെന്താണെന്ന് പറയുമ്പോൾ അവൻ പറയും എനിക്ക് ഓർമ്മയില്ലാന്ന് ഇങ്ങനെ പറയുന്നത്. അവൻ അവിടെ മരിച്ചു വീണു. അപ്പൊ ഈ ഒരു നമ്പർ അറിയാതെ ഡോർ തുറക്കാൻ കഴിയത്തില്ല. ഡോർ തുറന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിനകത്തുള്ള പുകയെല്ലാം ഈ റൂമിൽ നിറഞ്ഞിട്ട് ഇവർക്ക് ശ്വാസം കിട്ടാതെ ഇവരെന്തായാലും മരിക്കുകയും ചെയ്യും. അങ്ങനെ ഹീറോയിൻ ആണെങ്കിലും തന്റെ കയ്യിലുള്ള ആ ഒരു തോക്ക് ഉപയോഗിച്ചിട്ട് 2-3 തവണ അതിലേക്ക് ഷൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഒരു ഗ്ലാസ് പെട്ടെന്ന് പൊട്ടുന്നില്ല. അവളാണെങ്കിൽ അടുത്തേക്ക് നടന്ന് വന്ന് ശ്വാസം മുട്ടുന്നുണ്ട്. തോക്കെല്ലാം വെച്ച് അതിലേക്ക് ഇടിക്കുന്നു, പക്ഷെ നടക്കുന്നില്ല. ഇനിയിപ്പോ രണ്ടുപേരും ഇതിനകത്ത് കിടന്ന് മരിക്കേണ്ടി വരും എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്കും ഹീറോയിൻ ആണെങ്കിൽ അങ്ങനെ നിന്നിട്ട് അവളുടെ പഴയ കാര്യങ്ങളെല്ലാം ഓർത്ത് ഇനി അവൾക്ക് ജീവിച്ചേ പറ്റൂ. അതുപോലെ സായി എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണ് ഇതിനകത്തുണ്ട്, അവളെ രക്ഷിച്ചേ പറ്റൂ. അതുകൊണ്ട് അവൾ അകത്തേക്ക് ചെന്നിട്ട് ഒരു സിലിണ്ടറിന്റെ കുറ്റി അങ്ങനെ എടുത്തുകൊണ്ട് വന്നിട്ട് ഗ്ലാസ്സിലേക്ക് 2-3 ഇടി ഇടിച്ചങ്ങ് പൊട്ടിക്കുന്നതും ഇപ്പൊ അവൾക്ക് വെളിയിലേക്ക് തലയിട്ടിട്ട് അതേപോലെ തന്നെ സായിനെ എടുത്തോണ്ട് വന്ന് അവളുടെ മുഖവും ആ ഒരു ഡോറിന്റെ ഭാഗത്തേക്ക് വെച്ചിട്ട് രണ്ടുപേരും ഇങ്ങനെ ശ്വസിക്കുന്നതും അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോ വീണ്ടും കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ അവളുടെ ആ ഒരു കാർ ഉണ്ടല്ലോ, അവളുടെ കാമുകനിരുന്ന് മരിച്ച ആ ഒരു കാർ ഇപ്പോ ഒരു പഴയ സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് ഉപേക്ഷിച്ചിട്ട് അവിടെ നിന്ന് അവൾ നേരെ തിരിച്ചു വരികയാണ്. കാരണം അവൾ ഒരു പുതിയ ജീവിതം ജീവിക്കാൻ പോവാണ്. അതേപോലെ തന്നെ നമ്മുടെ സായിക്കും ഹീറോയ്ക്കും വലിയ കുഴപ്പമൊന്നുമില്ല, അവര് രണ്ടുപേരും രക്ഷപ്പെട്ടു. അതേപോലെ തന്നെ നമ്മുടെ ലീ ഉണ്ടല്ലോ, അവൾക്കും വലിയ കുഴപ്പമൊന്നുമില്ല, അവളും രക്ഷപ്പെട്ടിട്ട് ഒരു ഫോൺ എടുത്ത് ഗെയിം കളിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ്. അതോടെ ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയും ചെയ്യുകയാണ്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു? ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു മൂവിയായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു മൂവിയായിട്ട് വരുന്നതായിരിക്കും. ബൈ.